നമ്മൾ ശാന്തി അത് ചോദിച്ചെന്തായിരുന്നു? അതിന് കാരണം ഞാൻ പറഞ്ഞത്, ഒന്ന്, അവർ ചിലർ കേൾക്കുകയില്ല. അത് കേൾക്കുകയില്ല എന്നുള്ളതിന് അവർ മനസ്സിൽ അത് കയറ്റില്ല, പുറമേ കേൾക്കുക മാത്രമേ ചെയ്യുള്ളൂ. മനസ്സിൽ കയറ്റിയാൽ അവരിൽ അതിൻ്റെ ഭാവന ഉണ്ടാവും. നിങ്ങളൊരു സാധനം കാണാൻ പോകുമ്പോൾ ആ കാണുന്ന വസ്തുവിൻ്റെ ഭാവന ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ മനസ്സിലായി. അത് കഴിഞ്ഞാൽ ആ ഇതം വൃത്തി മെല്ലെ വികസിച്ച് ഇതം വൃത്തിയിൽ നിന്ന് വിഷയാകാര വൃത്തി വരും. ഇപ്പോൾ ഒരു സ്ത്രീ വന്ന് ഒരാളോട് പറയാണ്, എന്നെ എൻ്റെ ഭർത്താവ് തല്ലുന്നു, ഉപദ്രവിക്കുന്നു, മനസ്സിലായി? എന്നിട്ട് ആ അംഗചേഷ്ടകളൊക്കെ കാണിക്കുമ്പോൾ ആ സ്ത്രീരൂപവും അവളെ തല്ലുന്ന ഭർത്താവും അതിലൂടെ അയാളോടൊരു പകയും പുരുഷവർഗത്തോട് തന്നെ ഒരു ചെറിയ പകയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇയാളിലുള്ള സ്ത്രീത്വം, സ്ത്രീയും പുരുഷനും, സ്ത്രീയിലുമുണ്ട് പുരുഷനിലുമുണ്ട്, സ്ത്രീത്വം മെല്ലെ ഉണരും. അപ്പോൾ അവർ തമ്മിൽ ഒരു ചേർച്ചയുണ്ടാവും. ആ ചർച്ച അപകടമില്ലാത്ത ഒരു തുടക്കമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ആ സ്ത്രീയും ഇയാളിലെ സ്ത്രീയും തമ്മിലാണ് ചേരുന്നത്. പറഞ്ഞാൽ മനസ്സിലായി? പക്ഷെ മെല്ലെ മെല്ലെ കുറച്ച് ചർച്ച നീണ്ടുപോകുമ്പോൾ ഇയാളിലെ പുരുഷൻ മെല്ലെ ഉണർന്നു വരികയും ആ സ്ത്രീയുമായി അടുപ്പമുണ്ടാവുകയും ചെയ്യും. അതാണ് അതിൻ്റെ അകത്തെ അപകടകരമായ നില. പറഞ്ഞ മനസ്സിലായി? അപ്പോൾ അങ്ങനെ നമുക്ക് കരുണ എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ അതുമായി താതാത്മ്യം പ്രാപിക്കും. അവർക്ക് ഏതെങ്കിലും രോഗങ്ങളാണുള്ളതെങ്കിൽ, വൈദ്യം തന്നെ ആയാൽ പോലും, കാർഡിയോളജിസ്റ്റുകൾ മിക്കവാറും എല്ലാവരും മരിച്ചിട്ടുള്ളത് കാർഡിയാക് അറസ്റ്റിലാണ്. ഓങ്കോളജിസ്റ്റുകളിൽ നല്ലൊരു ശതമാനം ആ ഗവേഷണ രംഗത്തുണ്ടായിരുന്നവർ മരിച്ചത് ക്യാൻസർ മൂലം. കുറച്ചുകൂടെ പ്രകടമായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഉന്മാദ രോഗത്തിന് ചികിത്സിക്കുന്ന ആധുനിക ഭിഷഗ്വരന്മാരിൽ 50% വീട്ടിൽ ഉന്മാദ രോഗികളെ പോലാണ്. ഭാര്യമാരോട് പോയി ചോദിച്ചോളുക, ഇല്ലെങ്കിൽ അവരുമായിട്ട് സംസർഗം പുലർത്തിക്കൊള്ളുക. അപ്പം അങ്ങനെ വരുന്നത് ഭാവന അങ്ങനെ ആയതുകൊണ്ടാണ്. പറഞ്ഞ മനസ്സിലായി? ഭാവനയാണ് അതിന് കാരണമായി തീരുന്നത്. അതുകൊണ്ട് ഭാവന വരാതിരിക്കാൻ മനസ്സിനെ അതിൽ പങ്കെടുപ്പിക്കാതെ കേൾക്കാവുന്ന ഒരവസ്ഥയിൽ മാത്രമേ കേൾക്കാവൂ. ആൻസർ തരുന്നത് അവർ ഭാവന ഉൾക്കൊണ്ടാണ് തരുന്നതെങ്കിൽ ഏറെ താമസിയാതെ അവരിൽ കടുത്ത മാനസിക പ്രശ്നങ്ങളുണ്ടാവും. മറിച്ച് അവരത് ഭാവനയൊന്നുമില്ലാതെ അട്രാൻഡം അപ്പം തോന്നുന്ന ഉത്തരം തന്ന് സമാധാനിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതെത്ര കഴിയും അതൊക്കെ ആലോചിച്ച് നോക്കേണ്ടതാണ്. അതാണ് അതിൻ്റെ സത്യം. അതാണ്. മറ്റ് ചിലർ നേരത്തെ തന്നെ റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. വന്നു പറയുന്ന ആളിനോടൊരു ആനുകൂല്യവും കാണിക്കുകയില്ല. അയാൾ വാദി എന്നുള്ള നിലയിൽ സ്വീകരിക്കില്ല, അയാളെയാണ് പ്രതിയായി സ്വീകരിക്കുക. കാരണം അയാളാണല്ലോ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് അയാളെ അങ്ങ് അപഗ്രഥിക്കാൻ തുടങ്ങും. അപ്പോൾ ഒന്നുകിൽ അയാൾ ഓടി രക്ഷപ്പെടും. താനൊരു കേസുമായി എൻ്റെ അടുക്കലെത്തി ഞാൻ തന്നെയാണ് അപഗ്രഥിക്കാൻ തുടങ്ങുന്നതെങ്കിൽ തൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് പറയുന്നില്ല എന്ന് തോന്നിയാൽ താൻ ഓടുന്ന വഴിക്ക് തന്നെ ആയിരിക്കും NH-ൻ്റെ ബൈപ്പാസ്. അത്രയും സ്പീഡിൽ ഓടും. മനസ്സിലായി? അല്ല, അത് കേൾക്കാനുള്ള സഹിഷ്ണുത താൻ കാണിക്കുന്നുവെങ്കിൽ തനിക്ക് പ്രശ്നം പരിഹരിക്കാൻ എളുപ്പവും. പറഞ്ഞാൽ മനസ്സിലായി? അപ്പോൾ താൻ കൊണ്ടിരുന്ന മൂന്നാമതൊരാളെക്കുറിച്ചായിരിക്കില്ല സംഭാഷണം ചെയ്യും. ഇത് രണ്ടുമാണ് അതിൻ്റെ വ്യവസ്ഥാപിത രീതി. ഇതിന് പോയി പറയുകയൊന്നും വേണ്ട. ഒരാശ്രമ സങ്കേതത്തിൽ സ്വാധ്യായാദികൾ നടക്കുന്നിടത്താണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ അത് തീർത്ഥസ്നാനമാണ്, തീർത്ഥസ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സാധനവും ഇറക്കി വെച്ച് ഭാരം തീർത്ത് പോകാം. അതിനൊരു വിധിയുണ്ട്. അത് അനുഷ്ഠാനമാണ്.
അപ്പോൾ നിങ്ങളിവിടെ ക്ലാസ് കേൾക്കാൻ വന്നു, അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും വന്നിട്ട് പറയാമെന്ന് പറഞ്ഞത്. നിങ്ങളുടെ ചോദ്യം ഗഹനമാണ്. നിങ്ങളിവിടെ ക്ലാസ് കേൾക്കാൻ വന്നു. സാധാരണ രീതിയിൽ ഞാനൊക്കെ പഠിച്ച ഗുരുകുലത്തിലാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ മഠാധിപൻ ആരാണെന്ന് വിചാരിച്ചാൽ അയാളെ പോയി കാണും. അയാളുടെ അനുമതിയോടെ വന്നിരിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ദേവതകൾ അനുകൂലമായി തീരുള്ളൂ. അടുത്ത കാലത്ത് തൻ്റെ അടുത്തെവിടെയെങ്കിലും വീട് പണിതിട്ടുണ്ടോ? അവിടെ പോയിട്ടുണ്ടോ? വീട് പണിയുന്നിടത്ത് ഒരു പ്രമുഖ തച്ചനെ അന്യദേശത്തുനിന്ന് വിളിച്ചു കൊണ്ടുവന്നാൽ അയാൾ സമ്പ്രദായം അറിയുന്ന ആളാണെങ്കിൽ അയാൾ അവിടെ വരുമ്പോൾ ആദ്യം പറയുക, സ്ഥലത്തുള്ളൊരു തച്ചനെ വിളിച്ച് ദക്ഷിണ കൊടുക്കാൻ പറയും. എന്നിട്ട് അയാളെ കർത്തവ്യം ഏറ്റെടുക്കുകയുള്ളൂ. എൻജിനീയറിങ് പോലല്ല. കേട്ടിട്ടുള്ളവരുണ്ടോ? ഇല്ല, ചെയ്യില്ല. ആ ദേശദേവതയുടെ അനുഗ്രഹം കിട്ടണം. കാരണം അതിൽ തെങ്ങിൽ, പ്ലാവിൽ, ആ തടിയിൽ, ആ മണ്ണിൽ, കല്ലിൽ ഒക്കെ ദേവതയുണ്ട്. ആ ദേവതകൾ വരണമെങ്കിൽ അതിനെ ഭരിക്കുന്ന ആ ദേശത്തിൻ്റെ ഒരു തച്ചനുണ്ടാവും. നമുക്കിഷ്ടമുള്ളവരെ പുറത്തുനിന്ന് വിളിക്കാം, പക്ഷേ അയാൾക്ക് ദക്ഷിണ കൊടുത്ത് അനുമതി വാങ്ങിക്കാതെ മറ്റേയാൾ തൊടുകില്ല. അതിൽ തച്ചുശാപം മുതലായവ ഉണ്ടാവുമെന്ന് പറയും. നിങ്ങളൊരു പ്രഗത്ഭ ജ്യോതിഷിയെ വളരെ അകലേന്ന് കൊണ്ടുവന്ന് വലിയ പ്രഗത്ഭനാണ് അയാൾ, നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നൊരു പ്രശ്നം പറയണമെന്നുണ്ടെങ്കിൽ അടുത്ത് ജ്യോതിഷികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കും. ഉണ്ടെങ്കിൽ അവർക്ക് ദക്ഷിണ കൊടുക്കാൻ പറയും, വിളിക്കാൻ പറയും, കന്നദാനം ചെയ്യാൻ പറയും. അങ്ങനെ അതിൻ്റെ മര്യാദകളുണ്ട്. അത് ആ ദേശത്തിൻ്റെ ദേവതയുടെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയാണ്. നിങ്ങളിവിടെ വന്നു, ഇവിടുത്തെ ദേവതകളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാണ്. ഇവിടുത്തെ ദേവതകൾ മനുഷ്യരൂപത്തിലുണ്ടാവും, മറ്റ് ദൃശ്യമല്ലാത്ത രൂപത്തിലുണ്ടാവും, മറ്റ് രൂപത്തിലുണ്ടാവും. സ്വാമിജിയുടെ ഭക്തരുണ്ടാവും, അവരുണ്ടാവും. അവർക്കൊക്കെ മനോവിഷമുണ്ടാവും. അവർ വന്ന് ഇത് എല്ലാ ദിവസവും തൂക്കുകയും തുടയ്ക്കുകയും ഈ വർക്കെല്ലാം ചെയ്യുകയും സ്വാമിജിയെ പോയി നമസ്കരിച്ച് നിങ്ങളെ കാണിക്കുകയും നിങ്ങളോട് ചിലപ്പോൾ പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളെന്താണത് വകവച്ചില്ല എന്ന് തോന്നുമ്പോൾ അവരുടെ ഒരു മനോവിഷമം നിങ്ങളുടെ ഏകാഗ്രതയെ ഭഞ്ജിക്കും. മനസ്സിലായി പറഞ്ഞത്? അപ്പം അതുകൊണ്ട് എവിടെ ചെന്നാലും ഇവിടെ നല്ല പറയുന്നത്, ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, സ്വാമി സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല, ഇവർ സമ്മതിക്കുമോ എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഇടപെട്ടില്ല. കുട്ടി എന്നോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ചോദിച്ചില്ലെങ്കിൽ ഞാൻ മിണ്ടുകയില്ല. കാരണം കിട്ടേണ്ടവന് കിട്ടും, കിട്ടാത്തവന് കിട്ടാതിരിക്കും, അത്ര. അതിൽ ഞാൻ എന്തിനാ പുറകെ പോകുന്നു? എനിക്കത്രയും കരുണയില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യും, കടന്നു പോകും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സാമ്പ്രദായിക മര്യാദ വന്നാൽ ക്ഷേത്രത്തിൽ അവിടെ എന്തെങ്കിലുമൊക്കെ സങ്കല്പങ്ങളുണ്ടാവും. അവിടെ നിന്ന് നമസ്കരിച്ച് ആചാര്യനെ പോയി നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ അനുമതിയൊക്കെ വാങ്ങിച്ച് അവിടെ വല്ല ചടങ്ങുകളും ഉണ്ടെങ്കിൽ ആ സമയങ്ങളിൽ അവിടെ പങ്കുകൂടി അവിടെ ബുദ്ധിമുട്ട് വരുത്താതെ ഭക്ഷണ സമയത്ത് വിളിക്കുമ്പോൾ അവിടെ എത്തി. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് കുറയും. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. മറ്റേത് നിങ്ങൾ താമസിച്ച് വരുമ്പോൾ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് കൂടും. നിങ്ങളുടെ ഇമ്പോർട്ടൻസ് കൂടുമ്പോൾ അഹം കൂടും. അഹം കൂടുമ്പോൾ ജ്ഞാനം വരാതാവും. ഇത് നിങ്ങൾക്ക് പൊരുത്തപ്പെടാവുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. പറഞ്ഞു തന്ന് ചെയ്യിപ്പിക്കേണ്ടതല്ല. ഇത് ശാസ്ത്രമായി പഠിച്ചിട്ട് ചെയ്യേണ്ടതല്ല. ഇതൊരു സംസ്കാരം കൊണ്ട് രൂപാന്തരപ്പെട്ടു വരേണ്ടതാണ്. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലെ ആളുകളെ, പഴയ കാലത്താണെങ്കിൽ വീടുകളുടെയൊക്കെ വാതിൽ ചെറുതായിരിക്കും, കണ്ടിട്ടില്ല? ആ അറയുടെ വാതിൽ മാത്രം ചെറുതായിരിക്കും, ആ ഫ്രണ്ടിലുള്ള വാതിൽ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നിവർന്നാണ് വരുന്നതെങ്കിൽ ഒന്ന് മുട്ടണം. കാരണം തല കുനിഞ്ഞ് വേണം കയറാൻ. അറിവിനത് വളരെ അത്യാവശ്യമാണ്. അറിവുണ്ടാകുന്നത് വിനയം കൊണ്ടാണ്, സൗശീല്യം കൊണ്ടാണ്. അതൊരു തപസ്സാണ്. അതെവിടെ ചെന്നാലും അങ്ങനെ വേണം. നിങ്ങൾ ഏത് സ്ഥലത്ത് ചെന്നാലും അതാത് സ്ഥലങ്ങളിലെ അതാത് നിയമങ്ങളെ അനുസരിച്ചു എന്ന് വരുത്താം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ഇരട്ടിയായിട്ട് മാറും. അതാണ് അതിൻ്റെ സാമ്പ്രദായിക മര്യാദ. സാമ്പ്രദായിക മര്യാദയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊള്ളണമെന്ന് എനിക്ക് നിർബന്ധമില്ല. കാരണം ഞാൻ നിർബന്ധിച്ച് ചെയ്താൽ നിങ്ങൾ അഭിനയിക്കുകയായിരിക്കും ചെയ്യുന്നത്. am I right? അഭിനയിക്കാൻ പഠിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. സന്യാസി ഉണ്ടാകുന്നത് ഇഷ്ടമാണ്, സന്യാസം അഭിനയിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഗൃഹസ്ഥൻ ഉണ്ടാകുന്നത് നല്ലതാണ്, ഗാർഹസ്ഥ്യം അഭിനയിക്കുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾ നല്ല അഭിനേതാക്കളായി മാറും. ഗാർഹസ്ഥ്യത്തിലും സന്യാസത്തിലും ബ്രഹ്മചര്യത്തിലും ഒക്കെ നല്ല അഭിനേതാക്കളാവും.
അതുകൊണ്ട് അതിൻ്റെ ഫലം എന്താണ്? സരിതരി ഒഴുകും. മനസ്സിലായില്ല? സരിതരി എന്ന് പറഞ്ഞാൽ നദി. നദി ഒഴുകുമ്പോൾ അതിൻ്റെ തീരത്തുള്ളതെല്ലാം വലിച്ചുകൊണ്ട് പോകും. മനസ്സിലായില്ല? നദി സ്വയം ഒഴുകുക മാത്രമല്ല, തീരത്ത് നിൽക്കുന്ന മരങ്ങളെയൊക്കെ വലിച്ചുകൊണ്ട് പോകും. അതായിപ്പോൾ വലിച്ചുകൊണ്ട് പോയതായിപ്പോൾ കേൾക്കുന്നത്. മനസ്സിലായില്ല? അതുകൊണ്ട് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് പഠിക്കേണ്ടത് അഭിനയമല്ല, ജീവിതമായിരിക്കണം. അപ്പം നിങ്ങൾ വന്നു, നിങ്ങൾക്ക് സൗശീല്യമുണ്ട്, ഗുണങ്ങളുണ്ട് എങ്കിൽ അതിൻ്റെ വിധിയാൻ വണ്ണം അതിനെ അനുഷ്ഠിച്ചിട്ട്, അനുഷ്ഠിക്കാത്തതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമിക്കണ്ട, അനുഷ്ഠിച്ചില്ലല്ലോ എന്നോർത്തൊന്ന് പശ്ചാത്തപിക്കുക, പോയി അടുത്ത നിമിഷം മുതൽ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. അതാണ് അതിൻ്റെ പരിഹാരം. ഞാൻ അനുഷ്ഠിച്ചില്ലല്ലോ, സ്വാമി ഇത്രയും പറഞ്ഞു, അതുകൊണ്ട് ഇനി ഞാൻ പോയാൽ സ്വാമി നോക്കി നിന്നിട്ട് ഞാൻ അഭിനയിക്കുകയാണെന്ന് വിചാരിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്നൊന്നും ന്യായീകരിക്കണ്ട. എല്ലാ വഴിയും ഞാൻ അടയ്ക്കുന്നത്. നിങ്ങൾ ചാടുന്ന സകല വഴിയും എന്നെ സംബന്ധിച്ചിടത്തോളം അടയ്ക്കണം. ഇല്ല, പറ്റില്ലല്ലോ. അവിടെ ചോദ്യം മനസ്സിലായി. അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ആ ജ്ഞാനം, അവരോട് വർത്തമാനമൊന്നും പറയണമെന്നില്ല. അകലെ നിന്ന് നമിച്ചാൽ പോലും പ്രയോജനം കിട്ടും. കാരണം വസന്തം എന്ന പോലെ ലോകഹിതത്തിന് ചരിക്കുന്നവരാണ് അവർ. മാത്രമല്ല, അങ്ങനെ അല്ലെങ്കിൽ കൂടി നിങ്ങളുടെ നമസ്കാരാദികൾ കൊണ്ട് പോലും ഒരു ലോകം അങ്ങനെ ഉണ്ടാവും. പതിവായി ഒരു സ്ഥലത്ത് വന്ന് ഇവിടെ നമസ്കരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ സ്ഥലത്തിന് ഒരു മാറ്റം ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായോ എന്നറിയില്ല. ഇപ്പം നിങ്ങളൊരു ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുകയാണ്. ക്ഷേത്രം എന്താണെന്നൊന്നും അറിയാൻ മേലാത്തവനാണെങ്കിലും അതിൻ്റെ അകത്തേക്ക് കയറാൻ സമയത്ത് എന്തോ ഒരു നോനെ പിടിച്ചു വലിക്കുന്നുണ്ടാവും. അമേറൈ അതിനെ എതിർക്കുന്നവനായാൽ കൂടി പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാതെ വരും. അതുപോലൊരു മാനസികാവസ്ഥ നേടിയെടുക്കാൻ നല്ലതാണ്. പൂർണ്ണമായി ക്ലിയറായി. അപ്പം അതിൻ്റെ വിധി ഇതാണ്. എന്താ ചോദിച്ചോ? അതായത് ജ്ഞാനം കൈവന്നാൽ സന്യാസി എന്നല്ല, ഗൃഹസ്ഥനും പുനർജന്മമില്ല. കാരണം ജ്ഞാനമാണ് സന്യാസ ലക്ഷണം. ജ്ഞാനം സന്യാസ ലക്ഷണം എന്നാണ്. അതുകൊണ്ട് ഒരാൾ ജ്ഞാനിയായി കഴിഞ്ഞാൽ അത് ബ്രഹ്മചര്യത്തിൽ നിന്നായാലും ഗാർഹസ്ഥ്യത്തിൽ നിന്നായാലും വാനപ്രസ്ഥത്തിൽ നിന്നായാലും സന്യാസത്തിൽ നിന്നായാലും ജ്ഞാനം സന്യാസ ലക്ഷണമാണ്. അയാൾക്ക് പുണ്യപാപങ്ങളില്ല, പുനർജന്മവുമില്ല. അത് അതിലെ കുറേ ആളുകൾ മാത്രമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വിദേഹ കൈവല്യം, ജീവൻ മുക്തി മുതലായവ പറയുന്നിടത്തുള്ള ഭേദമാണ്. അത് വേറൊരു അവസരത്തിൽ താൻ ചോദിച്ചാൽ പറഞ്ഞുതരാം. മതി, അല്ലെങ്കിൽ ഇത് പോവും. ഒന്ന് ചിരിച്ചു വെച്ചോ ആ ലൈറ്റ്. സ്വഭാവ ബലപ്രവൃത്തം, അതാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ? അത് കാലജം അകാലജം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഋതു കണ്ടപ്പോൾ കാലം പറഞ്ഞു, ആ കാലമല്ല ഈ കാലം. സ്വഭാവത്തിലെ കാലം ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അതിന് കാലങ്ങളുണ്ട്. ശൈശവകാലം, ബാല്യകാലം, അതിനൊക്കെ കണക്കുണ്ട്. കോശ വളർച്ചയ്ക്ക് 2 തരത്തിലാണ് ഈ കാലം കണക്കാക്കുന്നത്. ഒന്ന് ബാഹ്യകാലവുമായി ബന്ധപ്പെട്ടു വരുന്ന കണക്കിന് ക്രമികം എന്ന് പറയും.
ക്രോണോളജിക്കൽ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. 2 ബയോളജിക്കൽ, ജൈവമാപിനിയിലൂടെ വരുന്നത്. 2 മാപിനികളാണ്, 2 ക്ലോക്ക്. 1 ബയോ ക്ലോക്ക്, 1 ക്രോണോളജിക്കൽ ക്ലോക്ക്. ബീജസങ്കലനം കഴിഞ്ഞാൽ ആദ്യത്തെ 8 ആഴ്ച 56 ദിവസം. പഴയ കാലത്താണെങ്കിൽ അത് അമ്മമാർക്കറിയാം. കാരണം വിവാഹം കഴിഞ്ഞ മകൻ്റെ അമ്മ, മകൻ്റെ വീട്ടിലാണ് വിവാഹിതനായ മകനും മരുമകളും ഒന്നിച്ച് താമസിക്കുന്നതെങ്കിൽ മകൻ്റെ അമ്മ, മകളുടെ വീട്ടിലാണെങ്കിൽ മകളുടെ അമ്മ. അവർ അത് നടന്നു കഴിഞ്ഞുവോ എന്നറിയുന്നതിനുള്ള സിംറ്റംസ് ഉണ്ട് അവർക്കറിയാം. അവർ ജീവിച്ചതായതുകൊണ്ടറിയാം. വന്ന കുട്ടി കന്യകയായിരുന്നുവോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്കറിയാം. അതിന്ന് പഠിക്കണ്ട. ഇന്നത്തെ വ്യവസ്ഥാപിത സമൂഹത്തിൽ അത് അവ്യവസ്ഥിതമായി കിടക്കുമ്പോൾ പഠിച്ചാൽ കലഹം ഉണ്ടാകാൻ മാത്രമേ സഹായിക്കൂ. ഇവിടെ പഠിക്കാനൊന്നും മെനക്കെടണ്ട. ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. ഇങ്ങനെ ഉണ്ടായിരുന്നു വ്യക്തമായി. അപ്പോൾ അവർ അത് നോക്കും. വസ്ത്രം നനയ്ക്കാനൊക്കെ കൊണ്ടുപോകുന്ന പലപ്പോഴും അവരായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കത് കണ്ടെത്താൻ കഴിയും. കൃത്യമായ കണക്കുണ്ടാവും. ആ ബീജസങ്കലനം കഴിഞ്ഞാൽ 56 ദിവസത്തേക്ക് സംസാരിക്കുന്ന ഭാഷ, പെരുമാറുന്നിടം, ഇവയെക്കുറിച്ചൊക്കെ ആ അമ്മ മകളല്ലെങ്കിൽ മരുമകൾക്ക് കൃത്യമായ ഉപദേശങ്ങൾ കൊടുക്കും. ഇന്നത് അറിയില്ല. അറിയുന്നവർ പറഞ്ഞു കൊടുത്താൽ അവരെക്കാൾ ശാസ്ത്രം പഠിച്ചവരായതുകൊണ്ട് മക്കൾ കേൾക്കില്ല. 2 ദോഷമാണ്. ഇന്ന് ഈഗോയാണ് കളിക്കുന്നത്. പണ്ടല്ല. പണ്ട് കാര്യം അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം 56 ദിവസം കൊണ്ടാണ് 20ഉം 12ഉം 32 മൈറ്റോസിസ്, ക്രമഭംഗം ഉണ്ടാകുന്നത്. അത് പ്രൈമറി മൈറ്റോസിസാണ്. അവിടെ വെച്ചാണ് സ്വഭാവം, ജീവിതം എല്ലാം തീരുമാനിക്കപ്പെടുന്നത്. ഇതാണ് വൈദികരുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് 56-ന് വളരെ പ്രാധാന്യമാണ് അവർ കൊടുക്കുന്നത്. ഇതുപോലെ വളരെ പ്രാധാന്യമാണ് ഭൂമിയിലേക്ക് ഗർഭാശയത്തിൽ പ്രകടമാകുന്ന ജനിപ്രാദുർഭാവവും മറ്റേ ഭൂമിയിലേക്ക് സൂര്യപ്രകാശത്തിലേക്ക് പ്രകടമാകുന്ന പ്രാദുർഭാവവും 2ൻ്റെയും 56 വളരെ പ്രാധാന്യമാണ്. രണ്ടാമത്തതിൽ പെറ്റിട്ട് 56 കഴിഞ്ഞില്ല എന്ന് പറയും. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. കണ്ടുപോയാ അതിന് വ്യക്തതയുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ ഇന്നതില്ല. ഇതാണ് 2ഉം തമ്മിലുള്ള അന്തരം. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ 2 ക്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലാവും. ഒന്ന് ക്രോണോളജിക്കൽ ക്ലോക്ക്, ഒന്ന് ബയോളജിക്കൽ ക്ലോക്ക്. ക്രോണോളജിക്കൽ ക്ലോക്കും ബയോളജിക്കൽ ക്ലോക്കും ഒരുമിച്ചാകുന്നത് ആരോഗ്യം. ക്രോണോളജിക്കൽ ക്ലോക്കും ബയോളജിക്കൽ ക്ലോക്കും വെച്ചാൽ ബയോളജിക്കൽ ക്ലോക്കിൽ എത്ര കാലം കൊണ്ട് പ്രായപൂർത്തിയാകുമോ അതിൻ്റെ 20 ഇരട്ടിയാണ് ആയുർദൈർഘ്യം. 6 ഇരട്ടിയാണ്. അതിൻ്റെ 6 ഇരട്ടിയാണ് ആയുർദൈർഘ്യം. പഴയ കാലത്ത് ബയോ ക്ലോക്കിൽ സ്ത്രീ പ്രായം കൂടിയവളാണ്, സ്ത്രീ പ്രജ. അതിൻ്റെ മൈറ്റോസിസ് വേഗം ഇൻക്രീസ് ചെയ്യുകയും വേഗം തീരുകയും വേഗം പ്രായമെത്തുകയും ചെയ്യും.
പ്രത്യേകിച്ച് FSH മുതലായവയെ നിയന്ത്രിക്കുന്ന ചില ഹോർമോണുകളുമൊക്കെ വളരെ പെട്ടെന്ന് ശതവേഗതയിലാണ് പോവുക. അതുകൊണ്ട് 16 വയസ്സിൽ സ്ത്രീ പൂർണ്ണ വളർച്ച എത്തിയാൽ 25 വയസ്സിൽ മാത്രമേ പുരുഷൻ പൂർണ്ണ വളർച്ച എത്തൂ. അതുകൊണ്ടാണ് പഴയ വിവാഹങ്ങൾ നോക്കിയാൽ എല്ലാ വിവാഹ ബന്ധത്തിലും സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ക്രോണോളജിക്കൽ ക്ലോക്കിൽ 10 വയസ്സിൻ്റെ അകലമുണ്ട്. അതാണ് സമപ്രായം. ഇന്ന് നിങ്ങൾ സമപ്രായക്കാർ തമ്മിൽ വിവാഹം കഴിച്ചിട്ട് ഭാര്യ അവളേക്കാൾ 10 വയസ്സേറിയ ഒരുത്തനെ ഉപദേശത്തിന് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഭർത്താവായിട്ട്. അത് വെളിയിലാണ്, ഈ കൂടെ താമസിക്കുന്നവനല്ല. നിങ്ങളുടെ സ്നേഹവിവാഹങ്ങളിലും നിങ്ങളുടെ വിവാഹങ്ങളിലുമെല്ലാം കാണുന്ന വസ്തുതാപരമായ രീതി, നിങ്ങൾക്ക് സമം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അവൾ ഓഫീസിലോ പുറത്തോ സപ്താഹത്തിലോ മറ്റു പരിപാടിയിലോ ഒക്കെയായി വരുന്ന അവളേക്കാൾ ഒരു 10 വയസ്സിൻ്റെ ഏജ് ഡിഫറൻസ് ഉള്ള ഒരാളെ മാനസികമായി ഭർത്താവായി അവളെ ഭരിക്കാൻ യോഗ്യനായി സ്വീകരിച്ച് കുട്ടിയെ പഠിക്കാൻ വിടുമ്പോഴും അച്ഛൻ്റെ അടിയന്തരം നടത്തുമ്പോഴും വീട് വയ്ക്കുമ്പോഴും വിളക്ക് കത്തിക്കുമ്പോഴും മൊബൈൽ ഫോൺ എടുത്തു വെച്ച് അയാളെ വിളിച്ച് ഉപദേശം തേടിയിട്ടല്ലാതെ ഈ കോന്തനോട് ചോദിച്ച് യാതൊന്നും ചെയ്യില്ല. ഞാൻ ഉപയോഗിച്ച പദം പിൻവലിക്കണോ? പിൻവലിക്കണമെങ്കിൽ പറയാം. എന്താ ചിരിക്കുന്നുണ്ട് നല്ലോലെ? ആം ഐ റൈറ്റ്? സൂക്ഷിക്കണേ. ഒരു ചരട് വലിച്ച് മുകളിലോട്ട് കെട്ടിയാണ്. അതെ, അതിനാണ് ഇവിടുന്ന് ഒരു ചരട് വലിച്ച് മുകളിലോട്ട് കെട്ടിയാണ്. ചെക്ക് ചെയ്താൽ ഞാൻ പറഞ്ഞത് പൊതുവെ അനുഭവമാണോ? അനുഭവമാണെന്നാ പുരുഷന്മാർ പറയുന്നത്. രണ്ടാമത്തത് പറയുമ്പോൾ അനുഭവം അല്ലെന്ന് പറയരുത്. സമപ്രായക്കാരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ പുരുഷൻ അവൻ്റെ ഓഫീസിലും ചുറ്റുപാടും അവനേക്കാൾ 10 വയസ്സുള്ള ഒരു കുറഞ്ഞ ഒരു സ്ത്രീയുമായി ഒരു സ്നേഹബന്ധം രൂപപ്പെടും. കാണാനും കേൾക്കാനുമെങ്കിലും. ആദ്യത്തത് ശരിയെന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് ഇപ്പൊ അവിടെ ചിരിക്കുന്നുണ്ട്. ഇത് രണ്ടിടത്തും ബാധകമാണ്. അതിന് കാരണം ക്രോണോളജിക്കൽ ക്ലോക്ക് അല്ല, മനസ്സിൻ്റെ ക്ലോക്ക്, ബയോ ക്ലോക്കാണ്. സൈറ്റോക്രോം എന്നാണ് അത് പറയുന്നത്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വികസിച്ചപ്പോൾ ക്രോണോളജിക്കൽ ക്ലോക്കിന് മാത്രമായി പ്രാധാന്യം. ബയോ ക്ലോക്ക് മാറി. 1960 നിന്ന് 2011 നിങ്ങൾ വളർന്നപ്പോൾ സ്ത്രീയുടെ പ്രായം 16 വയസ്സിൻ്റെ പൂർണ്ണ വളർച്ചയിൽ നിന്ന് 7 വയസ്സിലേക്ക് താന്നു. ഇന്ന് പെൺകുട്ടികൾ 7 വയസ്സിലും മെൻസുറൽ സൈക്കിളിലെത്തും. 16 ഒരച്ഛനും അമ്മയും ചിന്തിച്ചിട്ടില്ല എന്താ എൻ്റെ മോൾ ഇങ്ങനെ ആയത്. ഞാൻ 16 വയസ്സിലായിരുന്നല്ലോ, എൻ്റെ അമ്മ 16 വയസ്സിലായിരുന്നല്ലോ, എൻ്റെ സഹോദരി 14 വയസ്സിലായിരുന്നല്ലോ, ഇതെങ്ങനെ 7 വയസ്സിലായത് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. അച്ഛനും അമ്മയും ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. IMA ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. ഗൈനക്കോളജിസ്റ്റോ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റോ ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. ശരിയാണോ എന്ന് ആലോചിക്കുക. Am I right?
7 വയസ്സിലൊരു കുട്ടി ആദ്യം പ്രായം അറിയിച്ചു എന്ന് വന്നാൽ അത് 42-ാമത്തെ വയസ്സിൽ മരിക്കണം. രോഗമായാലും മറ്റുള്ളതായാലും 6 ഇരട്ടിയേ പ്രായം കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിയന്തരം ഉണ്ടിട്ട് വേണം അമ്മയും അമ്മൂമ്മയും ചാകാൻ. ഈ ബയോക്ലോക്ക് മാറ്റിമറിക്കുന്നത് ഭക്ഷണം കൊണ്ട്, ബ്രോയിലർ ചിക്കൻ മുതലായവ കൊണ്ട് ഒക്കെ വരും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ കാലത്തിൽ അകാലം സംഭവിക്കുക. വ്യാസൻ ഇതറിയാമായിരുന്നു. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം തർജ്ജമ ചെയ്യുന്ന സമയത്ത് 3 പേരിരുന്നാണ് എഴുതുന്നത്. ഒരു ശ്ലോകം ഒന്ന് പറഞ്ഞു, തർജ്ജമ. ശ്ലോകം ഒരാൾ ചൊല്ലി, അതിൻ്റെ തർജ്ജമ പറഞ്ഞു. എഴുതുന്നതിനിടയിൽ ആൾ വിട്ടുപോയിട്ട് ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ പിന്നെ ആ പഴയ തർജ്ജമയല്ല, വേറെയാ വരിക. അങ്ങനെ തർജ്ജമ ചെയ്യുകയാണ്. അപ്പോൾ ഗംഭീരമായി തർജ്ജമ ചെയ്യുമ്പോൾ കൊച്ചുണ്ണി തമ്പുരാൻ പറഞ്ഞു, ഇതൊക്കെ കുഞ്ഞിക്കുട്ടൻ വേഗം എഴുതും. ഭവിഷ്യപർവം വരുമ്പോൾ കുഞ്ഞിക്കുട്ടൻ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു. ഭവിഷ്യപർവം എഴുതുമ്പോൾ കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു. ഭവിഷ്യപർവം തർജ്ജമ ചെയ്യുമ്പോൾ എഴുതി, 16 വയസ്സുള്ള നരന്മാരും നരച്ചീടും, സ്ത്രീകൾ യോനി വിറ്റിയിടും. പച്ചയ്ക്ക് എഴുതി. നേരെ കൊണ്ടുപോയി കൊച്ചുണ്ണിയെ കാണിച്ചപ്പോൾ പറഞ്ഞത് കുഞ്ഞിക്കുട്ടൻ പറ്റിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ വ്യാസൻ അതുപോലെയാണ് ഭവിഷ്യൽ പർവത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ വ്യാസൻ അറിയാം ഇന്നുള്ളവൻ ഈ ബ്രോയിലറൊക്കെ തിന്നുവെന്നും. മനസ്സിലായില്ല. ഇവൻ ബ്രോയിലർ പോലെ ആകുമെന്നും, ഇവൻ്റെ കോശങ്ങൾക്ക് വാർദ്ധക്യം വരുമെന്നും, തലമുടി നരച്ചിട്ട് നരമാറ്റാൻ ഡയ്യുമായിട്ട് നടക്കേണ്ടി വരുമെന്നും ഒക്കെ അറിയാമായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എടുത്ത് ഭവിഷ്യത് പർവം പഠിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. പച്ചയ്ക്കാണ് എഴുതിയിരിക്കുന്നത്, ഒരു മറയില്ല. അതിനകത്ത് എഴുതിയോണ്ടാണ് ഞാനീ പറഞ്ഞതും ആശ്രമത്തിലിരുന്ന്. അതുകൊണ്ട് സംശയം വേണ്ട. അകാലം കാലം, അകാലജവും കാലജവുമായ സ്വഭാവം, ആഹാര നീഹാര മൈഥുന നിദ്ര സ്വഭാവങ്ങളിൽ വരുന്ന വൈകല്യം, അതാണ് ആദിദൈവികത്തിൽ വേറൊരെണ്ണം. അപ്പോൾ എത്ര എണ്ണമായി? 3 3 6 1 7 എണ്ണായില്ലേ? 7 അതിൻ്റെ ഉപവിഭാഗമായില്ലേ? ഇത്രയും പ്രശ്നങ്ങളിൽ നിന്നുള്ള ശാന്തിയാണ് താപത്രയ ശാന്തി. ഇത്രയും അറിയാമായിരുന്നോ? ശാന്തി 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 എന്ന് പറഞ്ഞാൽ ഇവയിൽ നിന്നെല്ലാമുള്ള ശാന്തിയാണ്. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ സംരചന അത് അങ്ങേയറ്റം വിലക്ഷണമാണ്. ഇതിലെല്ലാം ഇരുന്ന് ഭഗവാനായി പണിയുന്നത്. രക്ഷകൻ തന്നെയാണ് ഭക്ഷകൻ. മനസ്സിലായില്ല? ഏതൊന്നിൽ നിന്നുണ്ടായോ, ഏതൊന്നിൽ നിലനിന്നോ അതിൽ ചെന്ന് ലയിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷകനാണ് ഭക്ഷകൻ. ഈ ശരീരത്തിൻ്റെ രക്ഷയ്ക്കായി വാദം, പിത്തം, കഫം അവയാണ് മൗലികം. വായു പ്രാണവായു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്ന 5 വായുക്കളും, നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്ന 5 വായുക്കളും, 5 10 വായുക്കൾ. അതിൽ പ്രാണന്റെ സഞ്ചരണം, പ്രാണമയം, വായു പ്രാണവായുവിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അത് യന്ത്രതന്ത്രധരനാണ്. രക്ഷകനായ ആ വായു ആവരണം കൊണ്ടാണ് മൃത്യുവിനെ വരുത്തുന്നത്. യന്ത്രതന്ത്രധരനായതുകൊണ്ട് മൃത്യുകാരകൻ പ്രാണൻ തന്നെയാണ്, വാദമാണ്. വാദത്തിലാണ് മൃത്യു. ജഡരാനലൻ്റെ രൂപത്തിൽ, അതായത് പ്രാണനുണ്ടെങ്കിലേ ജീവൻ നിലനിൽക്കുന്നുള്ളൂ. അവിടെ
ജീവൻ ഉണ്ടാക്കുന്നത് പ്രാണനാണ്, നിലനിർത്തുന്നത് പ്രാണനാണ്, വലിക്കുന്നത് പ്രാണനാണ്. അതിൽ അഗ്നി പിത്തരൂപത്തിൽ പാചനം ചെയ്യുന്നു. അത് ജഠരാഗ്നി, ഭൂതാഗ്നി, പാചകവിത്തം, രഞ്ജകവിത്തം, ആലോചകവിത്തം, ഭ്രാജകവിത്തം, സാധകവിത്തം എന്നൊക്കെ അറിയപ്പെടുന്ന പിത്തങ്ങൾ. വലിയ സ്ഥാനങ്ങളുണ്ട്. ആ പിത്തങ്ങളാണ് ഭൂത തന്മാത്രകളിലേക്ക് നിങ്ങൾ വയറ്റിൽ ദഹിപ്പിച്ച സാധനങ്ങളെ മലവും സാരവുമാക്കി മലത്തെ പുറത്ത് കളഞ്ഞ് പിന്നീട് മെറ്റബോളിസത്തിൽ രണ്ടാമത് ദഹിപ്പിച്ച് മൂന്നാമത് രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം തുടങ്ങിയ ധാത്വഗ്നികൾ 7 എണ്ണത്തിൽ ദഹിപ്പിച്ച് അങ്ങനെയാണ് നിങ്ങളുടെ മെറ്റബോളിസം നിലനിൽക്കുന്നത്. ഉപാപചയം 13 അഗ്നികളുണ്ട് അവിടെ പാകം ചെയ്യുന്നു. അവലംബകം തുടങ്ങിയ കഫങ്ങളുണ്ട്, ജലരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതാണ് ക്ലേദിപ്പിക്കുന്നത്, സംയോജിപ്പിക്കുന്നത്. ഇവ മൂന്നും എന്നുവരെ സാമാന്യാവസ്ഥയിൽ താന്താങ്ങളുടെ കർമ്മത്തിൽ വ്യാപരിക്കുന്നുവോ അതുവരെ പ്രശ്നമില്ല. ന്യൂനയോഗമോ മിഥ്യായോഗമോ അതിയോഗമോ ആയാൽ മൂന്നും നിങ്ങളുടെ ഘാതകരായിത്തീരും. അങ്ങനെയാണ് മൃത്യുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതാണ് വൈദികരുടെ കണ്ടെത്തൽ. അഥർവവേദം, അവിടുന്ന് പിന്നെ ആയുർവേദമൊക്കെ രൂപപ്പെടുന്നത്. വാതാധിക്യം കൊണ്ട് വേദന, പക്ഷാഘാതം തുടങ്ങിയവയും അങ്ങനെയുള്ള വാദവികാരങ്ങൾ, മൃത്യുവും വാദവികാരത്തിൻ്റെ തലമാണ്. പിത്തം വർദ്ധിച്ചാൽ അമ്ലപിത്തം, രക്തപിത്തം ആദിയായ വികാരങ്ങൾ, ജ്വലനം, തലവേദന ഓക്കെ. കഫം കൂടിയാൽ ശ്വാസകാസാദി വികാരങ്ങളെല്ലാം, എല്ലാ രോഗങ്ങൾക്കും ഇവയുടെ മാറ്റം ഉണ്ടാവും. എങ്കിലും ജനറലായി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ന്യൂനമിഥ്യ അതിയോഗങ്ങളിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് ശരീരം വ്യാധി മന്ദിരം എന്നാണ് ഇതിന് പറയുന്നത്. ഈ ശരീരം വ്യാധി മന്ദിരമാണ്, ആധിമന്ദിരവുമാണ്. ഇത് രണ്ടും കൂടെയാണ് ചേർന്നതെങ്കിൽ. അപ്പൊ കാരണത്തെ ഛേദിക്കുവാൻ പ്രയാസമാണ്. അതുകൊണ്ട് പറയുന്നു, രോഗ ശത്രവ ഇവ പ്രസരന്തി നിത്യം. ശരീരത്തിൽ വ്യാധി, മനസ്സിലാധി. മനസ്സിൻ്റെ മൂലം ത്രിഗുണാത്മകമാണ്, ത്രിഗുണങ്ങളാണ്. ശരീരത്തിൻ്റെ വാദപിത്ത കഫങ്ങൾ എന്ന് പറഞ്ഞ പോലെ മനസ്സിൻ്റെ മൂലം ത്രിഗുണങ്ങളാണ്. സത്വം, രജസ്, തമസ്. സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം. അതുതന്നെ മനസ്സിൻ്റെ ആധിയുടെയും കാരണമാകുന്നു. അവ യോജിച്ചെങ്ങനെയാണ് കാര്യത്തെ ചെയ്യുന്നത്? സത്വം ലഘു പ്രകാശകാഷ്ടമുപഷ്ടംഭകം ചലം ചരജ ഗുരുവരണ കമേവ തമ പ്രദീപവച്ചർദ്ധതോ വൃത്തി. സത്വഗുണമില്ലെങ്കിൽ ജലപ്രവാഹം പോലെ രജോ ഗുണം ലക്ഷ്യഹീനമായിത്തീരും. സത്വഗുണമാണ് മനസ്സിനെ നയിക്കുന്നത്. കൃത്യമായ ലക്ഷ്യത്തിൽ പിടിച്ചു നിർത്തുന്നതും കൃത്യനിഷ്ഠയുണ്ടാക്കുന്നതും ഏകാഗ്രതയ്ക്ക് കാരണമുണ്ടാക്കുന്നതും സത്വഗുണമാണ്. എനിക്ക് ഏകാഗ്രതയില്ല, എനിക്ക് ഒന്നിൽ ശ്രദ്ധ വരുന്നില്ല, ഒന്നും തുടർച്ചയായി ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ദിവസം ചെയ്താൽ അടുത്ത ദിവസം ചെയ്യാൻ പറ്റില്ല,
ഞാൻ അവിടുന്ന് മന്ത്രദീക്ഷ വാങ്ങിച്ചു, ജപിച്ചു തുടങ്ങി, പറ്റിയില്ല. പിന്നെ ആചാര്യൻ ചീത്ത വിളിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തെ വിട്ടു. രണ്ടാമത്തെ ആചാര്യൻ്റെ അടുക്ക പോയി. 310 മന്ത്രദീക്ഷയുണ്ട്, ഒന്നും എങ്ങും എത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ പറയുമോ? എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരാളെ കണ്ടതാണ്. പുള്ളി എന്നോട് വന്നിട്ട് പറഞ്ഞു 310 11ാമത് സ്വാമിയെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാനപ്പോൾ പറഞ്ഞു എനിക്ക് ദീക്ഷയില്ല, അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളുടെ ആരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞു, എന്നെ വന്ന് കണ്ട ആ മനുഷ്യൻ്റെ കാര്യമാണ്. നിങ്ങളതിൽ പെടുകയില്ലെന്ന് വിചാരിക്കാം. പെടുവോ? ഇപ്പം പെട്ടു. അത് ശരി, ഇതുവരെ പെട്ടില്ലായിരുന്നു. ഇതുവരെ പെട്ടെന്ന് അറിഞ്ഞില്ലായിരുന്നു. ഇപ്പം പെട്ടു എന്ന് അറിഞ്ഞു അല്ലേ? അപ്പം അതിന് കാരണം സത്വഗുണത്തിൻ്റെ കുറവാണ്. സത്വഗുണമുണ്ടെങ്കിൽ, അത് ജന്മനാ ഉണ്ടെങ്കിൽ ജന്മനാ കൃത്യനിഷ്ഠ ഉണ്ടാവും. വീടുകളിൽ നോക്കിയാൽ അറിയാം. ഒരുത്തനെല്ലാം വാരി വലിച്ചിട്ടേ ഞങ്ങൾ പോവും. ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ അവിടുന്ന് ഇറങ്ങുമ്പോൾ അത് ഓഫ് ചെയ്യണമെന്ന ബോധം നിലനിൽക്കണമെങ്കിൽ സത്വം ലക്ഷ്യബോധത്തോടു കൂടി വേണം. അല്ലെങ്കിൽ പുറകെ ഒരാൾ ഓഫ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കണം. ഒരു ഗ്ലാസ് ടംബ്ലർ എടുത്താൽ കഴിച്ചു, അതവിടെ വെച്ചു. അടുത്ത പുതിയ ഗ്ലാസ് ടംബ്ലറിൽ പിന്നെയും കുടിച്ചു, അതവിടെ വെച്ചു. അതിലെല്ലാം അണുക്കളൊക്കെ ഉണ്ടാവും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ സത്വം നിർദ്ദേശിക്കണം. രജസ് പ്രവർത്തിയെടുക്കുന്നത് സത്വത്തിൻ്റെ നിർദ്ദേശം കൊണ്ടാണ്. സത്വഗുണം ഇല്ലാത്തവൻ രജസ്സിനോട് ചേർന്ന് നിൽക്കുന്ന തമസ്സുകൊണ്ട് ബഡായി അടിക്കും. ഞാനത് കഴുകാത്തത് ശാസ്ത്രീയമായൊക്കെ പറഞ്ഞുതരും. ഞാൻ കഴുകണം എന്നോർത്തതായിരുന്നു, കഴുകാത്തത് ഒന്നിച്ച് കഴുകാവല്ലോ എന്ന് വിചാരിച്ച. എന്തോ അമ്മ ചിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ബഡായി അടിക്കുക. തമസിൻ്റെ ഗുണം കൊണ്ടാണ്, വേറെ യാതൊരു കാരണവുമില്ല. സത്വഗുണം കൂടുതലുണ്ടെങ്കിലാണ് തമസിനെ നിയന്ത്രിച്ച് രജസിനെ സത്വം കൊണ്ട് നടക്കുന്നത്. സത്വഗുണപ്രധാനമായ രജസ്സാണ് ഭൂമിയിൽ ജീവിക്കാൻ ഉത്തമമായ ഗുണം. അതുകൊണ്ട് സത്വം ഏറിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ പഠിക്കാനൊക്കെ വരുമ്പോൾ സാധനയൊക്കെ അനുഷ്ഠിക്കണം എന്നുണ്ടെങ്കിൽ, സ്വാധ്യായ പ്രവചനങ്ങളൊക്കെ കൃത്യമായി നടത്തണം എന്നുണ്ടെങ്കിൽ സത്വമാ വഴി കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ പഠിച്ചതൊന്നുമല്ല. ഇപ്പം 100 പുസ്തകം പഠിച്ചു വന്ന് ഇവിടെ ഇരിക്കാം, പക്ഷെ സത്വം വഴി കാണിച്ചില്ലെങ്കിൽ ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല. ഇത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്നും വരില്ല. അപ്പോൾ സത്വം കൃത്യമായ ഒരു നിഷ്ഠയിലൂടെ നമ്മെ കൊണ്ടുപോകണം. കാരണം സത്വമാണ് അതിൻ്റെ മാർഗദർശി. ഓർമ്മയൊക്കെ ഉണ്ടാക്കുന്നത്, ഓർമ്മ എന്ന് പറയുന്നത് ഒരു സാധനം വേണ്ടാത്തത് വേണ്ടാത്ത സമയത്ത് ഓർമ്മിപ്പിക്കുന്നത് സത്വമല്ല. അതല്ലേ അറിയണ്ടേ? വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട അളവിൽ ഓർമ്മിപ്പിക്കുന്നത് സത്വമാണ്. കാരണം ഓർമ്മയൊന്നും മാറിപ്പോയാൽ, കാരണം നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് എല്ലാം തരുന്ന നമ്മുടെ അച്ഛൻ്റെ അടുക്കൽ, അമ്മയുടെ അടുക്കൽ, നിങ്ങൾക്ക് കഞ്ഞി വെച്ചിരുന്ന ഭാര്യയുടെ അടുക്കൽ, നിങ്ങൾ എല്ലാം ആട്ടിക്കൂട്ടി കൊണ്ടുവന്ന് തരുന്ന ഭർത്താവിൻ്റെ അടുക്കലൊക്കെ വർത്തമാനം പറയുന്ന സമയത്ത്, ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞില്ലെന്നോ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നടന്നില്ലെന്നോ ഓർക്കുമ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ തമസ് കയറി വന്നിട്ട് ആദ്യം നിങ്ങൾക്ക് അതുവരെ ചെയ്ത നന്മകൾ മുഴുവൻ അങ്ങ് മൂടും. മനസ്സിലായില്ല? 1000 നന്മ ചെയ്തിട്ടുണ്ട്, അത് മുഴുവൻ മൂടും. മൂടിയിട്ട് ആ നിമിഷത്തിലെ നിങ്ങളുടെ ഒരു ഈഗോയുടെ ഒരു തലത്തിലേക്ക് നിങ്ങളങ്ങ് ഉയർന്നിട്ട് നിങ്ങളില്ലാത്ത തെറിയെല്ലാം വിളിക്കും. അതാണ് നിങ്ങളുടെയൊക്കെ കുടുംബ വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാം. അതിന് കാരണം തമസ്സാണ്. തമസ് മൂടുകയാണ് ചെയ്യുന്നത്. സത്വമുള്ളവനാണെങ്കിൽ ഓർക്കും, ഇത് എനിക്ക് അനുകൂലമായി പറഞ്ഞില്ല. 100,000 തവണ എനിക്ക് അനുകൂലമായി ചെയ്ത ഒരാൾ ഇത് എന്തുകൊണ്ടാണ് എനിക്ക് അനുകൂലമായി പറയാത്തത്? എൻ്റെ തെറ്റാണോ? ഞാൻ ശരിയാകാഞ്ഞിട്ടാണോ? മെല്ലെ ആലോചിക്കും. മനസ്സിലായില്ല?
അങ്ങനെ ആലോചിക്കുമ്പോഴാണ് അയാളെ കുറ്റം പറയേണ്ടതില്ല, എൻ്റെ തെറ്റായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ അയാൾ സത്വം കയറി പിടിച്ചിട്ട് അയാളുടെ രജസ് പറയും, നമസ്കരിക്കണം, മാപ്പ് പറയണം, അബദ്ധം പറ്റിപ്പോയി, മാപ്പാക്കണം എന്ന് പറയും. അത് സത്വത്തെ അതുപോലെ സംരക്ഷിച്ചു കൊണ്ടുപോകണം. സത്വം മനസ്സ് തന്നെയാണ്. പെട്ടെന്ന് കയറിയൊരു കാര്യത്തിന് ചൂടാകാം, പരിഹരിക്കാനാവില്ല. മറ്റൊരാളെ നന്നാക്കണമെങ്കിൽ പോലും പെട്ടെന്നല്ല പ്രതികരിക്കേണ്ടത്, അല്പം ക്ഷമ കാണിക്കണം. എന്തായാലും അയാളിലും എന്നിലും വേറൊന്നിലും ഈശ്വരൻ തന്നെ ഇരുന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ സംഭവിക്കേണ്ടതാണ് സംഭവിച്ചത്. സംഭവിച്ച് കഴിഞ്ഞത് മാറ്റാനൊന്നും പറ്റില്ല. പിന്നെ എന്തിനാണ് വഴക്ക്? പേടിപ്പിച്ചാൽ നേരെയാവും? ആവില്ല. അയാളുടെ സത്വം വഴിയും വെളിച്ചവുമല്ല. അയാളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് തമസ് രജസ്സിനെ ഭരിച്ചു നിൽക്കുകയാണ്. സത്വം രജസ്സിനെ ഭരിക്കുമ്പോഴാണ് മനസ്സ് അതിൻ്റെ വ്യാപാരങ്ങളിൽ ഏകാഗ്രതയും ധാർമ്മികതയും ഒക്കെ ഉള്ളതായിത്തീരുന്നത്. ക്ലിയർ? അതിലെ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം അത് മനസ്സിൻ്റെ ഏറ്റവും വലിയ തലമാണ്. അതുകൊണ്ട് സത്വം ഇല്ലെങ്കിൽ എവിടെയോ ഒഴുകിപ്പോകുന്ന വെള്ളം പോലെയായിത്തീരും. തമോ ഗുണമില്ലെങ്കിൽ പ്രവൃത്തിക്ക് അവസാനം ഉണ്ടാവില്ല. അതുകൊണ്ട് തമോ ഗുണവും വേണം. മനസ്സിന് തമോ ഗുണം വന്നില്ലെങ്കിൽ ഉറക്കം വരില്ല. തമോ ഗുണം മാത്രമായാൽ ഉറക്കമേ ഉണ്ടാവും. അത് ഭക്ഷണത്തിൽ, പെരുമാറ്റത്തിൽ, കൂട്ടുകാരിൽ ഒക്കെ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ ഗുണങ്ങളെ സമമാക്കിയൊക്കെ കൊണ്ടുപോകാം. ചുറ്റുപാടുകൾക്കുമൊക്കെ കുറച്ച് പങ്കുണ്ട്. അപ്പം അവിടെ തമോ ഗുണം ഉണ്ടായിരിക്കണം, ഒരു ചെറിയ അംശമെങ്കിലേ ഉറങ്ങാൻ പറ്റുള്ളൂ. തമസിൽ ആവൃതമാണ്ട് കിടക്കുന്ന ശൈശവം ഉറങ്ങിത്തീർക്കണം. ശൈശവത്തിലാകുമ്പോൾ 22 മണിക്കൂർ ഉറങ്ങണം, 2 വയസ്സ് വരെ ഉറക്കണം. കുട്ടികളെ 2 വയസ്സ് വരെ 22 മണിക്കൂർ ഉറങ്ങണം. ഒരു 5 വയസ്സ് വരെയൊക്കെ 15 മണിക്കൂർ ഉറങ്ങണം. കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂർ ഉറങ്ങണം. അല്ല, പഠിപ്പിക്കാനൊന്നും അല്ല പോകേണ്ടത്. നിങ്ങളുടെ പിള്ളേർ നല്ലതാകണോ, നിങ്ങളുടെ പിള്ളേർക്ക് ഏകാഗ്രത ഉണ്ടാകണോ, പിള്ളേർ രോഗമില്ലാതെ ജീവിക്കണോ, നിങ്ങളെ അവസാന കാലത്ത് നോക്കണോ, ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഉറക്കിയാൽ മതി. ഉറങ്ങാൻ അനുവദിക്കാതെ പഠിപ്പിച്ചിട്ട് അവസാനം അവർക്കും പ്രയോജനമില്ല, ആർക്കും പ്രയോജനമില്ലാത്ത പ്രാന്തന്മാരെയാണ് ഭരണാധികാരികളായും സയൻറ്റിസ്റ്റുകളായും ഒക്കെ നിങ്ങൾ ഇറക്കി വിടുന്നത്. എല്ലാത്തിനും ഭ്രാന്താണ്. ഞാൻ പറഞ്ഞത് കുട്ടികൾ ഉറങ്ങുന്നത് പകലുൾപ്പെടെ 22 മണിക്കൂർ രാത്രി ഇല്ല. രാത്രി 12 മണിക്കൂറേ ഉള്ളൂ. ഒരു 10 മണിക്കൂർ പകലും കൂടെ ഉറങ്ങുന്ന കാര്യമാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചേ. അത് ചോദിച്ചു നന്നായി. ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഇവർ പലരും എങ്ങനെയാണ് ഈ 12 മണിക്കൂറിൽ 22 മണിക്കൂർ ഒപ്പിക്കേണ്ടതെന്ന് വെച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ചോദിക്കാനുള്ള തൻ്റെ ഇടവും കിട്ടിയില്ല. ചോദിക്കണ്ട, ഇനിയിപ്പം ഇറങ്ങിയിട്ട് തമ്മിൽ ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. അതുകൊണ്ട് ചോദിച്ചത് നന്നായി. അപ്പോ സംസാരത്തിൽ വിശ്രാന്തിയാകുന്നത് തമോ ഗുണം കൊണ്ടാണ്. രജോ ഗുണമില്ലെങ്കിൽ, മറിച്ച് സത്വഗുണമുണ്ടെങ്കിൽ പ്രകാശമുളവാകുന്നു. അവിടെ വരുന്ന നിഷ്ക്രിയത, രജസില്ലെങ്കിൽ നിഷ്ക്രിയതയാണ്. പൂർണ്ണ സത്വത്തിൽ വരുന്ന നിഷ്ക്രിയത അപുരുഷാർത്ഥമാകുന്നു. അത് നല്ല നിലയാണ്. തമോ ഗുണമാത്രമായാൽ മൂഢതയിൽ നിലകൊള്ളുന്നു, മൗഢ്യം വരുന്നു. അപ്പോൾ പ്രകാശമാത്രമായ തമോ ഗുണം തീരെ ഇല്ലെങ്കിൽ പ്രകാശമാത്രം, ജാഗരണം,
മാത്രമാവും. അപ്പോഴും നിദ്ര പോകും. ആ നിദ്ര പോകുന്നത് നല്ലതാണ്, ക്ഷീണമൊന്നും ഉണ്ടാവില്ല. തമോ ഗുണം പ്രകാശത്തെ കെടുത്തി അന്ധകാരത്തെ തരുന്നു. ജാഗരണം കൂടിയാൽ ചിലപ്പോൾ ഒരു ഉന്മാദാവും. അത് മുമ്പ് പറഞ്ഞ സത്വഗുണത്തിൻ്റെ ആധിക്യത്തിലായാലും സിദ്ധൻ ഉന്മാദിയെ പോലെയാണ്. ബാലവത്, പിശാചവത്, ഉന്മത്തവത് എന്നൊക്കെയാണ് നാരദൻ പറഞ്ഞിരിക്കുന്നത്. ആ അവസ്ഥയിലെത്തും, ഉറക്കമൊക്കെ പോകും. അപ്പോൾ തമോ ഗുണമാകട്ടെ പ്രകാശത്തെ കെടുത്തി അന്ധകാരത്തെ തരുന്നതാണ്. തമോ ഗുണം പ്രവൃത്തിയിൽ വിശ്രാന്തി ഉണ്ടാക്കി തരുന്നതാണ്. കൂടുതൽ പണിയെടുത്താൽ തമോ ഗുണം കയറി വന്നാണ് ഉറക്കുന്നത്. അപ്പോൾ അറിയാം, സൂചനയായി, ഇനി നിർത്തണം, കിടക്കണം. നല്ല പ്രഭാഷണമൊക്കെയാണ്, പക്ഷേ ചില ഭാഗം വരുമ്പോൾ തമോ ഗുണം കയറി വന്നിട്ട് പറയും, മതി ഗണാരം കേട്ടത്. അപ്പോഴാണ് അവിടെ ഇരുന്ന് ആചാര്യനെ ഇങ്ങോട്ട് വിളിക്കും. അത് കണ്ടിട്ടില്ല? ചിലരിങ്ങനെ മുമ്പിൽ വന്നിരുന്നിട്ട് വിളിക്കും, ഇങ്ങനെ ഇറങ്ങി വാടാ, ചുണയുണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വാടാന്നാ വിളിക്കുന്നത്. നീ അവിടെ സ്റ്റേജിൽ കയറി മൈക്കും വെച്ചിരിക്കുന്നു, എനിക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ഇറങ്ങി വാ. നീ വരാനാ പറയും. ഇത് കണ്ടിട്ടില്ല? അപ്പൊ നിങ്ങളിതൊന്നും ചെയ്യാറും കണ്ടിട്ടൊന്നുമില്ല. ചെയ്യാറുണ്ട്. പരിചയമുള്ളൊരു ആചാര്യൻ എന്തായതെന്ന് വെച്ചാൽ, ഒരുത്തനിരുന്ന് ഇങ്ങനെ വിളിയോട് വിളിയാണ്. കുറച്ച് നേരമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആചാര്യൻ പയ്യെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അടുക്കെ ചെന്നിട്ട് ചോദിച്ചു, എന്താ വേണ്ടത്, അങ്ങേക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ കണ്ണൊക്കെ തുറന്ന് ആകെ ഭാവമൊക്കെ മാറി. ഒരുപാട് ആളുകളുണ്ട്, പ്രഭാഷണം കേൾക്കുന്നവരുണ്ട്. അപ്പോഴത്തേക്ക് ഭാവമൊക്കെ മാറി വല്ലാതെ കണ്ണ് പിടിച്ച് നോക്കുമ്പോൾ ചോദിച്ചു, അല്ല, അങ്ങ് കുറേ നേരമായി എന്നെ വിളിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വന്നതാണ്, പിന്നെ ജീവിതത്തിൽ ഉറങ്ങിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ജാഗരണം വളരെ കൂടിയാൽ ഉന്മാദമാകും. തമോ ഗുണമാകട്ടെ പ്രവൃത്തിയിൽ വിശ്രാന്തി ഉളവാക്കും. അത് മെഷീനറി ആയാൽ പോലും വിശ്രമമില്ലാതെ ചലിപ്പിച്ചാൽ അത് കേടാവും. കണ്ടിട്ടുണ്ടാവും, അതുപോലെ പറ്റുന്നതാണ്. സത്വരജസ് തമസ്സുകൾ ചേർന്ന്, മൂന്നും ചേർന്ന് പ്രകാശം, പ്രവൃത്തി, വിശ്രാന്തി, നിദ്ര. വിശ്രാന്തിയാണ് നിദ്ര. ആദിയെ ക്രമപ്പെടുത്തി ജീവനെ യഥാവിധി ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രമാദം, ആലസ്യം, നിദ്ര ഇതെല്ലാം തമോ ഗുണത്താൽ ബന്ധിതമാണ്. തെറ്റായ കാര്യങ്ങളിൽ താല്പര്യം, പ്രമാദം, എന്തിനും മടി, ആലസ്യം, ഇതൊക്കെ തമോ ഗുണത്തിൻ്റെയാണ്. അതിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ സമയത്ത് പ്രമാദവും ആലസ്യവും നല്ലതാണ്. അതുകൊണ്ട് തമോ ഗുണം ഒരു രക്ഷകനും കൂടെയാണ്. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലും മറ്റും പറഞ്ഞിരിക്കുന്നത്, അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യത. ഉദാസീനനായിരിക്കുക. വേണ്ടാത്ത കാര്യത്തിന് വന്ന് വിളിച്ചാൽ ഒരു കുലുക്കവുമില്ല. കമ്പനി കൂടാൻ വന്നു, വിളിച്ചു, വരുന്നില്ലേ, ഇന്ന് നല്ല പെരുന്നാളിൻ്റെ ദിനമല്ലേ, ഇന്ന് ഓണമല്ലേ, നല്ല സ്വയംഭൻ സാധനം അവിടെയുണ്ട്, ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ഉദാസീനനായിരിക്കുന്നവനെ വിളിച്ചാൽ, ഇനി ഇയാൾ ഇവിടെ എങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് പോകാൻ നോക്കും. അതിൻ്റെ കാരണം അവിടെ ഉദാസീനത നല്ല ഗുണമാണ്. അതുകൊണ്ട് തമസ് മോശമാണെന്ന് കരുതരുത്. ചില സ്ഥലങ്ങളിൽ തമസിൻ്റെ ആധിക്യം വളരെ നല്ലതാണ്.
എന്നാൽ ഒരിടത്ത് ശാസ്ത്ര ചർച്ച നടക്കുന്നു, സത്സംഗം നടക്കുന്നു, വരുന്നോ? ഞാൻ അവിടെ ഉദാസീനത മോശം. അതുകൊണ്ട് ഇത് എങ്ങനെ നിങ്ങൾ സമീപിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ചിത്തക്കാര്യങ്ങളിൽ പ്രമാദവും ആലസ്യവും ആവശ്യമാണ്. രജോ ഗുണം കൊണ്ട് ലോഭം തുടങ്ങിയവയുണ്ടാവും. നരകദ്വാരമാണ് മോഹം, ലോഭം മുതലായവയെല്ലാം. ത്രിവിധം നരകദ്വാരം എന്നാണ് ഗീത പറയുന്നത്. കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വളരെ ലോഭപ്രവൃത്തിരാരംഭ കർമ്മണ അശമഃ സ്പൃഹ. ചീത്തയെങ്കിലും ചില സ്ഥലങ്ങളിൽ ലോഭം നന്നാണ്. പഞ്ചതന്ത്രകാരനും പറയും, അതിലോഭോന കർത്തവ്യോ ലോഭം നൈവ പരിത്യജേത്. ലോഭം കളയൊന്നും അരുത്. അതിലോഭാഭിഭൂതസ്യ ചക്രം ഭ്രമതി മസ്തകേ എന്ന് പഞ്ചതന്ത്രകാരൻ പറയും. രജോ ഗുണത്തിൻ്റെ ലോഭം നല്ലതാണ്, എന്നാൽ അതിലോഭം അനുചിതമാണ്. ഒരു കോടീശ്വരൻ അതിലേറെയാകാൻ ആഗ്രഹിക്കുന്നത് അതിലോഭമാണ്. മനസ്സിലായി? അതിലോഭം നല്ലതല്ല. നഗ്നനും പട്ടിണിക്കാരനുമായ ഒരുവൻ ആർഭാടത്തിനൊരുങ്ങുന്നത് നന്നല്ല. മനസ്സിലായി? അവിടെ ലോഭം നല്ലതാണ്. അപ്പോൾ അതിൽ ചക്രം ഭ്രമതി മസ്തകേ, രജോ ഗുണം കാര്യപ്രവൃത്തിയാണ്. അതുകൊണ്ട് രജോ ഗുണത്തെ നിയന്ത്രിച്ചു വേണം നിവൃത്തിയിലേക്ക് പോകാൻ. നിവൃത്തി സഹിതമാവേണ്ടതാണ് രജോ ഗുണം. നിവൃത്തി സഹിത സൈഷാ പ്രവൃത്തി ശുഭകാരിണി. ഏത് കാര്യം തുടങ്ങുമ്പോഴും ഒന്നാലോചിക്കണം, ഇതെപ്പോഴെങ്കിലും നിർത്താൻ പറ്റുമോ? ഇല്ലെങ്കിൽ ചക്രം ഭ്രമതി മസ്തകേ എന്ന തലയിലാണ് ചക്രം കറങ്ങുന്നത്. എടുത്താൽ തീരുന്നതാണോ എന്ന് നോക്കണം. നിങ്ങൾ ഒരു കർമ്മം ചെയ്യാൻ പോവുകയാണ്, അത് എടുത്താൽ തീരുന്നു. നിങ്ങളുടെ കാലത്ത് നിങ്ങളിലൂടെ തീരണം. പിള്ളേരത് കൊണ്ടുപോകണമെന്നില്ല. മനസ്സിലായോന്നറിയില്ല. അത്തരം കാര്യങ്ങൾ എടുക്കുക. അതാണ് പഴയ ആളുകൾ വീടൊക്കെ പണിയുന്ന സമയത്ത് നോക്കിയാൽ അറിയാം. അവരുടെ സങ്കല്പത്തിന് ഒതുങ്ങുന്ന ഒരെണ്ണമേ എടുക്കുകയുള്ളൂ. അത് വേറൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയൊന്നും അതിലില്ല. അതെല്ലാം മറ്റുള്ളവർ ഉണ്ടാക്കി വെച്ചത് സംരക്ഷിക്കാനാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ ഈ പ്രശ്നമില്ല. നിങ്ങൾ ഒരെണ്ണം തുടങ്ങുകയാണ്, ഒരെണ്ണം ചെയ്യാൻ പോവുകയാണെങ്കിൽ ആദ്യം ആലോചിക്കണം, ഇത് നമ്മളെടുത്താൽ തീരുമോ? തീരുകയില്ലാത്തതിൽ ചെന്ന് ചാടരുത്. പല ആളുകളുടെയും വീട് പണി നോക്കിയാൽ അറിയാം. പ്രൗഢം ഫണ്ട്, ഗ്രാറ്റുവിറ്റി എല്ലാം 60-ാമത്തെയോ 70-ാമത്തെയോ വയസ്സിലായി പണി തുടങ്ങുന്നത്. പിന്നെ ഇയാൾക്ക് വീട് ആവശ്യമില്ല. ഈ വീട് പിന്നെ കൊണ്ടു നടക്കേണ്ടത് മക്കളാണ്. അവരെ വിളിച്ച് ഒരഭിപ്രായവും ചോദിക്കുകയില്ല. മോനെ, ഇതിന് പൂജാമുറി വേണോ? നീ പൂജാമുറി മെയിൻറ്റെയിൻ ചെയ്യുമോ? വിളക്ക് കത്തിക്കണോ? നിൻ്റെ അഭിപ്രായം എന്താണ്? ഇതൊന്നും ചോദിക്കുകയില്ല. ഇയാളുടെ ഇഷ്ടത്തിന് ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വെക്കും. അവസാനം ഇയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകനിത് പൊളിക്കാൻ തുടങ്ങും. Am I right? ശരിയാണോ എന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയാണ് മിക്കവാറും സംഭവിക്കുന്നത്. പഴയ കാരണവന്മാർക്ക് ഈ അബദ്ധം പറ്റില്ല. അതാണ് അവരുടെ വ്യത്യാസം. ഇതിനിടയ്ക്ക് മകള് പോയി ഒരുത്തനെ കണ്ടുപിടിക്കും. വീട്ടിൽ പൂജാമുറി വയ്ക്കാൻ പാടില്ല, വീട്ടിൽ ഫോട്ടോകൾ വയ്ക്കാൻ പാടില്ല. ഇപ്പോൾ അങ്ങനെ കുറേ ആളുകളുണ്ട്.
കുറേ അത്ഭുത സിദ്ധന്മാരുണ്ട്. അവർ പെട്ടെന്ന് പറയുന്നത് ചില വീട്ടിലൊരു ഫോട്ടോയും വെക്കാൻ പാടില്ല, അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ ഒന്നും ഫോട്ടോ വെക്കാൻ പാടില്ല. പക്ഷേ വലിയ അപകടങ്ങളുണ്ട് കേട്ടോ എന്നാണ് പറഞ്ഞ് പേടിപ്പിക്കുന്നത്. പേടിച്ചിട്ട് പിന്നെ അടുത്ത ആളിനോട് ചോദിക്കും ഫോട്ടോ വെക്കാവോ, വേറൊരാൾ പറഞ്ഞ് ഫോട്ടോ വെക്കാൻ മേല. അപ്പം ഇയാളാകെ ആലോചിക്കും, മറ്റവന് ഗുണ്ടായൊക്കെ ഉള്ളതാണെങ്കിൽ വെക്കാൻ മേലെന്ന് പറഞ്ഞാൽ ഇവൻ്റെ പണി തീർന്ന് കിട്ടും. വെക്കാമെന്ന് പലരും പഴയ ആളുകൾ പറയുന്നുണ്ടെങ്കിലും അല്ല, വെച്ചിട്ട് എന്താ കാര്യം, വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ജീവനിൽ പേടിച്ചിട്ടാണ്, ഇവൻ്റെ കയ്യിൽ നിന്നുള്ള ആനുകൂല്യവും കിട്ടണം. ഇങ്ങനെ ഒരുപാട് കള്ള നാണയങ്ങളുടെ കാലമായിരുന്നു. ഇതിനൊന്നും വൈദിക പ്രമാണങ്ങളൊന്നുമില്ല. അതിനൊക്കെ ആദ്യം ചോദിക്കേണ്ടത് അതിൻ്റെ വൈദികി എന്താണ്, അതിൻ്റെ പ്രമാണം എന്താണ്. ജ്യോതിഷം പറഞ്ഞു വന്നാലും തച്ചുശാസ്ത്രം പറഞ്ഞു വന്നാലും ആദ്യം ചോദിക്കേണ്ട ചോദ്യം അതിൻ്റെ പ്രമാണം എന്താണ്. അതൊക്കെ ചോദിച്ചിട്ടാണ് തീരുമാനം എടുക്കേണ്ടത്. അതൊന്നും ചോദിക്കാൻ ഇന്ന് ജനത്തിനറിയില്ല. പഴയ കാലത്താണെങ്കിൽ കാർന്നോന്മാർക്കറിയാം. അവരവിടെ ഇരുന്നിട്ട് പറയും പ്രമാണം ചൊല്ലടാന്ന് പറയും, എന്നിട്ടാണ് ദക്ഷിണ കൊടുക്കുന്നത്. ഇന്നിപ്പോൾ ഇത് ചൊല്ലിക്കാനും അറിയില്ല, ചൊല്ലിയാലും ഒട്ടറിയില്ല. കാരണം ബലിയിടാൻ പോകുമ്പോൾ തന്നെ പാർത്ഥായ പ്രതിബോധിതം സ്വാഹ എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നത്, മനസ്സിലായില്ല. അതുകൊണ്ട് അതിന് സൗദസൂത്രങ്ങളും ഗൃഹ്യസൂത്രങ്ങളും കൽപ്പസൂത്രങ്ങളും ഒക്കെ പ്രമാണങ്ങളായുണ്ട് സനാതന ധർമ്മിക്ക്. അത് പഠിക്കണം. നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങളെ പറ്റിക്കാതിരിക്കാൻ പറ്റുള്ളൂ, മനസ്സിലായില്ല. ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചാലാണ് നിങ്ങളെ മന്ത്രിമാർക്കും MLA മാർക്കും പറ്റിക്കാതിരിക്കാൻ പറ്റുക. അവന്മാർക്കും അറിയില്ല, അവന്മാർ വക്കീലിനെ വിളിക്കുക ആ സമയത്ത്, മനസ്സിലായില്ല. നിങ്ങളുടെ രാഷ്ട്രപതി പോലും വക്കീലിനെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. പ്രശസ്തനായ ഒരു വക്കീലിനോട് ചോദിക്കും ഇന്നത് ചെയ്താൽ എങ്ങനെയാന്ന്. കാരണം വെച്ചാൽ ഇത് പഠിച്ചിട്ടില്ല. ഇങ്ങനൊരു രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. മണ്ടന്മാർ കൈകാര്യം ചെയ്യുകയും മണ്ടൻ ചെയ്യുന്ന കൈകാര്യം ചെയ്യലിന് പുറകെ നിയമമുണ്ടാക്കാൻ ജുഡീഷ്യറി വരികയും ചെയ്യുന്നത്. കോട്ടലക്ഷ്യാവുമെന്നറിയില്ല. അങ്ങനെയല്ല ജീവിതം. അത് വ്യക്തമായി പഠിക്കണം, ശാസ്ത്രം നന്നായിട്ട് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ നിവൃത്തി സഹിതമായിരിക്കണം പ്രവൃത്തി. ആ പ്രവൃത്തി ഏതാണ്? എല്ലാ പ്രവൃത്തികളിൽ നിന്നും നിവൃത്തി നേടുവാനുള്ള പ്രവൃത്തി ജ്ഞാനമാർഗേണയുള്ള പ്രവൃത്തി തന്നെയാണ്. ഒരു ശ്രേഷ്ഠി തപസ് ചെയ്യുകയാണ്. അപ്പോൾ ശ്രേഷ്ഠിയുടെ തപസ് കഴിഞ്ഞപ്പോൾ ഭൂതമെത്തി വരദാനത്തിന്. എന്തു വേണമെന്ന് ചോദിച്ചു. എൻ്റെ വീടിൻ്റെ സേവ ചെയ്യാൻ ശ്രേഷ്ഠി പറഞ്ഞു. ഭൂതം പറഞ്ഞു ശരി, എന്നാൽ എപ്പോൾ പണി ഇല്ലാതാകുന്നുവോ അപ്പോൾ നിന്നെ ഞാൻ ഭക്ഷിക്കും. മനസ്സിലായില്ല. എപ്പോഴാണോ പണി തീരുന്നത്, തീർന്നു കഴിഞ്ഞ് വേറൊരു പണി നിനക്ക് പറഞ്ഞു തരാനില്ലാതെ വന്നാൽ നിന്നെ ഞാൻ ഭക്ഷിക്കും. ശ്രേഷ്ഠി വിചാരിച്ചു അങ്ങനെ പണി തീരുമോ? ശ്രേഷ്ഠി ഇത്രയും കാലം കിടന്ന് തലം കുത്തി നിന്നിട്ട് പണി പോകുന്നില്ല. അപ്പം നല്ലൊരു വേലക്കാരനെ കിട്ടി. ഏതായാലും എന്നെ തിന്നാനൊന്നും പറ്റില്ല, പണി ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ആയിരക്കണക്കിന് കർമ്മങ്ങളുള്ളത് കൊണ്ട് കർമ്മം തീരില്ല. ഭൂതം വീട്ടിലെത്തി കർമ്മം പറയാൻ പറഞ്ഞു. വീട് വൃത്തിയാക്കുക. 2 മിനിറ്റ് കൊണ്ട് വീട് വൃത്തിയാക്കൽ കഴിഞ്ഞു. ഭൂതം വൃത്തിയാക്കി. ഒരു പൊടിയുടെ കഷ്ണം എടുക്കാനില്ല. വീണ്ടും കർമ്മം, തുണി അലക്കാൻ പറഞ്ഞു. അതും 2 മിനിറ്റ് കൊണ്ട് തീർന്നു. ഗോതമ്പ് പൊടിക്കാൻ പറഞ്ഞു. എല്ലാം സെക്കൻഡ് വെച്ചാണ് ചെയ്യുന്നത്. കർമ്മമില്ലെങ്കിൽ നിന്നെ തിന്നും. ഒരാഴ്ച കൊണ്ട് ശ്രേഷ്ഠിയുടെ കർമ്മം തീർത്തു. ശ്രേഷ്ഠി പറച്ചു. ഓടിത്തളർന്ന് ഒരു മഹാത്മാവിൻ്റെ അടുക്കലെത്തി. അപ്പോൾ അവിടെ മഹാത്മാവ് ഇങ്ങനെ തപസ്സാധ്യായ നിരതനായിരിക്കുകയാണ്. അപ്പോൾ ശ്രേഷ്ഠിയോട് മഹാത്മാവ് പറഞ്ഞു, ഈ ആയുധമേന്തി പർവ്വത ശിഖരത്തിൽ നിൽക്കുക.
വീണ്ടും അതെടുത്തു കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുക. ഈ 2 കർമ്മങ്ങൾ മാത്രം പറയുക. പറഞ്ഞു മനസ്സിലായി? അനന്തകോടി കർമ്മങ്ങളെ തീരുള്ളൂ. നീ ആകെ പറഞ്ഞാൽ മതി, ഈ ആയുധം കൊണ്ടുപോയി മലമുകളിൽ വെക്ക്, തിരിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവെക്ക്, വീണ്ടും അവിടെ കൊണ്ടുവെക്ക്. നീ 2 കർമ്മം പറഞ്ഞാൽ മഹാത്മാവ് പറയുന്നത് കേട്ടപ്പോഴേ ഭൂതം ഭയന്നു. ഇങ്ങനെയാണ് കഥ. കഥയുടെ സാരം എന്താണെന്ന് വെച്ചാൽ, ബുദ്ധിമാൻ മാത്രമേ കർമ്മനിവൃത്തനാവൂ. അപ്പം നിങ്ങളുടെ ബുദ്ധി ശരിയായി ഉപയോഗിച്ചാൽ കർമ്മനിവൃത്തി ഉണ്ടാവും. ഗുണങ്ങളിൽ വിഷമതയുണ്ടായാൽ അത് ദുഃഖദായിയാണ്. രജസിൽ, തമസിൽ, സത്വത്തിൽ വിഷമത വന്നാൽ അതിൽ സമതയാണ് ആനന്ദം. അത് താപകാരിയാണ്. തമോ ഗുണത്തിൻ്റെ വൃദ്ധിയിൽ ഈർഷ്യ, അസൂയ എന്നിവയുളവാകും. അത് മനുഷ്യനെ ക്ലേശഭാഗിയാക്കും. അവർ ഘോര അജ്ഞാനത്തിൽ വീഴുകയും ചെയ്യും. മനുഷ്യൻ കർമ്മശൂന്യനാവുകയും ചെയ്യും. ഈർഷ്യ തുടങ്ങിയതുണ്ടെങ്കിൽ തീരുമാനിച്ചോണം, തമസ് പ്രവർത്തിക്കുന്നുണ്ട്. ഈർഷ്യാദി ദോഷദൂഷിതനാവുമ്പോൾ അയാൾ തിര്യക്ക് യോനികളിൽ, ആരോ എന്നോട് ചോദിച്ചിരുന്നു പുനർജന്മത്തെക്കുറിച്ച്, താനാണ് തിര്യക്ക് യോനികളിൽ ജനിക്കാനിടയാവും. കൊമ്പുള്ള മൃഗമായൊക്കെ ജനിക്കാനിടയാവും. അതിൻ്റെ കാരണം ഇതാണ്, നരകയോനികളിൽ പതിക്കുന്നു. രജോ ഗുണത്തിൻ്റെ ആധിക്യത്തിൽ രജസസ്തു ഫലം ദുഃഖം. ഇങ്ങനെ സ്പഷ്ടമായും ദുഃഖപ്രയോജകമാവും. ദുഃഖമാണ് അതിൻ്റെയും ഫലം. അതുകൊണ്ട് ജ്ഞാനമില്ലാത്തതിനാൽ പാപകർമ്മത്തിൽ തന്നെ പ്രവൃത്തിയുണ്ടാകുന്നു. സത്വഗുണത്തിൻ്റെ വൃദ്ധി നല്ലതാണ്. അതും എല്ലായ്പ്പോഴും നന്നല്ല. ശാസ്ത്രങ്ങളിൽ പറയുന്നു, തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ട് ജയിക്കുക, രജോ ഗുണത്തെ സത്വഗുണം കൊണ്ടും, സത്വഗുണത്തെ ഗുണാന്തരത്തിൽ അവസാനം നിർഗുണതയിൽ ലയിപ്പിക്കുക. ഇങ്ങനെ ചെയ്യാനാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ സത്വഗുണം വർദ്ധിക്കുമ്പോൾ മനുഷ്യൻ നിഷ്കാമ കർമ്മത്തിൽ മുഴുകുന്നു, ലോഭാതിരഹിതനാകുന്നു. അതല്ല എല്ലാവർക്കും പോയി ചെയ്യാവുന്നതല്ല ഈ നിഷ്കാമ കർമ്മയോഗം. നിഷ്കാമ കർമ്മം എല്ലാവരും അനുഷ്ഠിക്കാൻ പോയി കഴിഞ്ഞാൽ സൂത്രപ്പണി ഉണ്ടാക്കും. ഞാനൊരു നിഷ്കാമ കർമ്മം ചെയ്യാൻ പോവുകയാണ്, അതിനൊരു പരസ്യം കൊടുത്തിട്ട് 50 സ്പോൺസർമാരെ വയ്ക്കുക. ഇപ്പം നിഷ്കാമകർമ്മമായില്ലേ? മനസ്സിലായില്ല? അങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അവനവിടെ ചെയ്തോളും. ആ വരുമാനം കൊണ്ട് നിഷ്കാമകർമ്മം അനുഷ്ഠിച്ച് വരുമാനം ഉണ്ടാക്കുക. അങ്ങനെയുള്ളതൊക്കെ വരുന്നത് അതിൽ ഗുണത്തിൻ്റെ ഉത്കർഷം, വ്യതിയാനം ഇവയൊക്കെ കാരണമാണ്. അത് വരാതിരിക്കണം എങ്കിൽ നിർഗുണത്തിലേക്കാണ് ഉയരേണ്ടത്. ആ സത്വഗുണം കൂടിയാൽ തന്നെ നിഷ്കാമകർമ്മത്തിൽ മുഴുകുന്നു, ലോഭാതിരഹിതനാകുന്നു, പരോപകാര പരായണനുമാവുന്നു, അയാളുടെ ചിത്തം നിർമ്മലമാവുന്നു. സത്വഗുണം വർദ്ധിക്കുകയാൽ അദ്ദേഹം ഉപാസന ചെയ്യുന്നു. സത്വഗുണം വരുമ്പോഴേ ഉപാസന ഉണ്ടാവും, അപ്പോഴേ ഇരിക്കാൻ പറ്റുള്ളൂ. അതുവരെ ഇരിക്കാനൊന്നും പറ്റില്ല. ഉപാസിക്കാൻ വേണ്ടി പുസ്തകമൊക്കെ എടുത്ത് വെക്കും, ചിലപ്പോൾ മാലയൊക്കെ അടുക്കെ കൊണ്ടുവെക്കും, എല്ലാം റെഡിയാക്കി വെക്കും. റെഡിയാക്കി വെച്ച് കഴിയുമ്പോൾ തോന്നും ഇന്ന് വേണ്ട, നാളെ തുടങ്ങും. അല്ലെങ്കിൽ പത്രക്കാരൻ ഇന്ന് ഈ സമയത്താ വരുമെന്ന് പറഞ്ഞ് നാളെ ആയിക്കോട്ടെ. ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളിരുന്നാലിരുന്നതാണ്. അതിലൊക്കെ രസമുണ്ട്. ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് എഴുന്നേറ്റ് ചോദിക്കും, അമ്മ എന്നെ വിളിച്ചോ?
ഞാൻ വിളിച്ചില്ലല്ലോ, നീ പോയിരുന്ന് പഠിക്കുക, നീ പോയിരുന്ന് ഉപാസന ചെയ്യുക. കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ വിളിച്ചായിരുന്നു അല്ലേ ചോദിച്ചു. ഈ ആശ്രമങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ മന്ത്രദീക്ഷയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ദീക്ഷ വാങ്ങിച്ച ആൾ പോയിരുന്ന് മാല ഇങ്ങനെ ജപിക്കാൻ തുടങ്ങുന്നതിനിടയിൽ ഗുരു വിളിച്ചോ എന്ന് സംശയം വരും. സ്വാമി വിളിച്ചായിരുന്നോ, വെള്ളം വല്ലതും വേണോ, ഇത് ജപിക്കാൻ കഴിയലായിട്ടാണ്, വേറെ കാര്യമൊന്നുമില്ല. അതുവരെ പാത്രം കഴുകാത്തയാൾ പാത്രം കഴുകിക്കോളാം എന്ന് പറയും. എന്നാലും ഈ പണി പറ്റിയില്ല. മർക്കടങ്ങളൊക്കെ രക്ഷപ്പെടാനുള്ള ഏറ്റവും എളുപ്പ വഴി ഒരു പുരാണ ഗ്രന്ഥവും എടുത്തു വെച്ച് വായിച്ചുകൊണ്ടിരുന്നാൽ മതി. നമശിവായ ജപിച്ചുകൊണ്ടിരുന്നാൽ മതി. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ കൂടെ ഇരുന്ന് ജപിക്കുന്നവർ എതിലേ കൂടിയാണ് ഇറങ്ങിപ്പോയതെന്നറിയില്ല, സ്ഥലം വിടും. അതാണ് ഇതിനുള്ള എളുപ്പ വഴി. അതാണ് അത്. കാരണം സത്വഗുണം വർദ്ധിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിലായാലും സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്യണമെങ്കിൽ സത്വഗുണത്തിൻ്റെ ആധിക്യം ഉണ്ടാവണം. അതുകൊണ്ട് ആരെയും നിർബന്ധിച്ചൊന്നും ചെയ്യിപ്പിക്കുന്നത് നല്ല പരിപാടിയൊന്നും അല്ല. സത്വഗുണം ഉണ്ടായാൽ തന്നെ ചെയ്തോളും. അപ്പോൾ അയാളുടെ ചിത്തം ശുദ്ധമാവുന്നു, ഉപാസന ചെയ്യുന്നു, ഭഗവാനിൽ പ്രീതി ഉളവാകുന്നു. ഈ ഗുണത്തിൻ്റെ വ്യത്യാസത്തിലായി വിശ്വാസങ്ങളൊക്കെ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ യുക്തിയിലൊന്നും അല്ല വിശ്വാസം. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ, ചില മതങ്ങൾ, ചില സിദ്ധപുരുഷന്മാർ ഇവരുടെയൊക്കെ കാര്യം പറയുമ്പോൾ പണ്ട് നിരീശ്വരവാദിയായിരുന്നു, ഇപ്പോൾ ഈശ്വരവാദത്തിലാണ്. പണ്ട് ഞാൻ കടുത്ത നിരീശ്വരവാദിയായിരുന്നു, ഇപ്പോൾ ഞാൻ സന്യാസിയായി എന്നും മറ്റുമൊക്കെ ചിലരങ്ങ് തട്ടി മൂളിക്കും. പണ്ട് എനിക്ക് ഇന്ന ഗുണമായിരുന്നു, ഇപ്പോൾ ഗുണമൊന്നും മാറിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ വ്യത്യാസം. ക്ലിയറായോ എന്നറിയില്ല. അപ്പോൾ ഈ പണ്ട് ആ ഗുണമായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേട്ട് ഭക്തന്മാർ അയാൾ കേമനാണെന്ന് വിചാരിക്കണ്ട. കാരണം അയാൾ പണ്ട് രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ കിടന്നപ്പോഴും ഈ ഭക്തന്മാർ ഇവിടെ സത്വഗുണത്തിൽ കിടന്നത്. അതുകൊണ്ട് ഇയാളെ ചുമക്കരുത്. ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ആത്മീയതയ്ക്ക് പറ്റിയ സർട്ടിഫിക്കറ്റല്ല. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. ആത്മീയത നിരീശ്വരവാദത്തിൽ നിന്ന് ഈശ്വരവാദത്തിലേക്ക് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഞാൻ പണ്ട് ഇതിനെയൊക്കെ എതിർത്തതാണ്, ഇപ്പം അനുകൂലിക്കുന്നത്. അതുകൊണ്ടെന്താ പ്രത്യേകം ഇരിക്കുന്നത്? അന്നും ഇത് തന്നെയായിരുന്നു, ഇപ്പോഴും ഇത് തന്നെയാണ്. അന്ന് നിനക്ക് വിഡ്ഢിത്തം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിൻ്റെ അന്നത്തെ വിഡ്ഢിത്തത്തിന് സർട്ടിഫിക്കറ്റ് ഒന്നും തരാൻ ഇപ്പം പറ്റൂല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വഴിയൊന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങളുമൊക്കെ ഇങ്ങനെ ചിലപ്പം കുറേ നിരീശ്വരവാദമൊക്കെ കഴിഞ്ഞു വന്നതായിരിക്കും. അതിൻ്റെ പേരിലൊക്കെ ആയിരിക്കും നിങ്ങൾ കൂടെയുള്ളവരെ വിരട്ടി ചായയും വടയൊക്കെ മേടിച്ച് കഴിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സത്വഗുണം വന്നാൽ അവൻ ഉപാസന ചെയ്തിരിക്കും. സത്വഗുണമാണ് അതിൻ്റെ കാരണം. അപ്പോൾ മനുഷ്യൻ സത്വഗുണം വർദ്ധിച്ചാൽ അവന് ഭഗവത് പ്രീതി ഉണ്ടാവും. അവൻ സമ്യക്കായി ചിന്തിക്കും. അദ്ദേഹത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. അയാൾ വല്ല കർമ്മമൊക്കെ ചെയ്താൽ അത് വിജയിക്കും. അതിന് കാരണം ഭഗവത് അനുഗ്രഹം കിട്ടും. വിവേക വൈരാഗ്യാദികൾ ഉണരുകയും സാധന പൂർണ്ണമാവുകയും ചെയ്യും. അതിനു വേണ്ടത് സത്വഗുണമാണ്. സ്വവർണാശ്രമധർമ്മേണ തപസ ഹരിതോഷണ സാധനം പ്രഭവേത് പുംസം വൈരാഗ്യാദി ചതുഷ്ടയം എന്ന് പറയുന്ന അവിടെയാണ്. സ്വേ സ്വേ കർമ്മണ്യവിരതാഹ എന്നതനുസരിച്ച് സ്വീയ വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ അനുഷ്ഠാനം ചെയ്ത് ഉപാസനാരൂപി തപസ്സുകൊണ്ട് സാധകൻ ഹരിയെ പ്രസാദിപ്പിച്ചാൽ വിവേക വൈരാഗ്യാദി സാധനാചതുഷ്ടയം പ്രാപ്തമാവും. അപ്പോൾ സംസാരമാകെ ഊഷരമായിത്തീരുന്നു. സംസാരത്തിൽ നിന്ന് അയാൾക്കൊന്നും കിട്ടാനില്ല. അദ്ദേഹം ഗുരുവിനെ തേടിയിറങ്ങുന്നു. അപ്പോൾ ഗുരുവിനെ അന്വേഷിച്ചു. അപ്പോൾ എവിടെയെങ്കിലും കണ്ടുമുട്ടും. കണ്ടുമുട്ടുന്നയാൾ തൻ്റെ അകത്തൊരു ഗുരു ഇരിപ്പുണ്ട്.
അതുതന്നെയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ സമാധാനം ഉണ്ടാവും. കാരണം ഗുരുവിനെ പുറത്ത് തേടുന്നെങ്കിലും ഗുരു ഇരിക്കുന്ന ഗുഹ അകത്താണ്. ഗുരുവിരിക്കും ഗുഹയെ തേടി കുതിത്തു കുതിത്തു പായടി, മൂലമറ്റം പാറടി. പവർ ഹൗസ് എവിടെയാണ്? അവിടെ ചെല്ലണം. എവിടെ? മൂലമറ്റം. മനസ്സിലായില്ല? മൂലാധാരത്തിൻ്റെ അറ്റത്തിൽ, അവിടെയാണ് ഈ പവർ ഹൗസ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഗുരുവിരിക്കും ഗുഹയെ തേടി കുതിത്തു കുതിത്തു പായടി അന്ത മൂലമറ്റം പാറടി എന്ന് ശിവാനന്ദൻ, അദ്ദേഹത്തിൻ്റെയാണ് ഈ വരികൾ. അപ്പോൾ ഗുരുവിൻ്റെ സവിധത്തിൽ തൻ്റെ സ്ഥിതിയെ വർണ്ണിക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ വഴി. സ്വാമിൻ നമസ്തേ നതലോകബന്ധു പഠിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ അങ്ങ് തുടങ്ങും. അപ്പോഴാണ് ദുർവാര സംസാര ഭവാഗ്നി ദപ്തപ്തം ദോധൂയമാനം ദുരദുഷ്ടവാദൈ ഭീതം പ്രപന്നം പരിഭാഹി മൃത്യു ശരണ്യമന്യം യദഹം ന ജാനേ എന്ന് പ്രാർത്ഥിക്കും. ഈ സംസാരത്തെ അദ്ദേഹത്തിന് ദാവാനലന് സമാനമായി തോന്നും. ആ അഗ്നിയെ പ്രജ്വലിപ്പിക്കുന്നതിന് ദുരദുഷ്ടവാദത്തിനു സമാനം ചലിക്കുന്നു. 4 ഭാഗത്തും മൃത്യു കാണുന്നു. മൃത്യോഹോ ഭീതിതമേവം പ്രസന്നം മാം പാക്കി എന്നിങ്ങനെ കരയുകയാണ് ചെയ്യുന്നത്. ഭീതിതമേവം പ്രസന്നം മാം പാഹി എന്നിങ്ങനെ കരയുമ്പോൾ എന്നെ ദാവാനനിൽ നിന്ന് ഗുരു കരകയറ്റിയാലും എന്നെ രക്ഷിച്ചാലും ആരും എനിക്കൊരു ശരണവുമില്ല, അങ്ങല്ലാതെ വേറെ വഴിയില്ല. അത്രയും പ്രാപിക്കുമ്പോഴേ ഗുരുവിൻ്റെ അടുക്കൽ ചെല്ലണ്ടു. അങ്ങനെ ചെന്നാലേ ശരണാഗതിയാവൂ. അപ്പോഴേ ഇതൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ ശരണാഗതിയിൽ വീണ് കഴിഞ്ഞാൽ താപനിവൃത്തിയില്ല എന്നല്ല, എല്ലാ താപങ്ങളും ഒന്നിച്ചസ്തമിക്കും. അങ്ങനെ വരുമ്പോൾ രജോ ഗുണവും തമോ ഗുണവുമൊക്കെ തീർന്ന് അമൃത സരോവരത്തിലെത്തും. വിഷയഭോഗം എല്ലാം തീരും. ജീവിത സാഫല്യം എന്ന് പറയുന്നതിലേക്കെത്തും. ഇതാണ് മൃത്യുഭയമില്ലാത്ത അവസ്ഥ. ഇതാണ് സാധന. ശാന്തി മന്ത്രത്തിൻ്റെ സാധനയാണ് നമ്മൾ എടുത്തു വന്നത്. അത് ഒരു ദിശ വരെ ഏതാണ്ട് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് മനസ്സിലായി? ഏതാണ്ട് മനസ്സിലായി? ഈശാവാസ്യത്തിൻ്റെ ശാന്തി മന്ത്രത്തിൻ്റെ മാത്രം സാധനയാണ് ഈ പറഞ്ഞത്. അതീതമാവുകയാണ്. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്ന് പറയുന്ന പോലെ ത്രിഗുണാതീതമായ തലങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഗുണാതീതനായിത്തീരുകയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇതായിട്ടുള്ളത്. പദൃഷ്ട്വാ ജരാവിഭക്തി മരണം ത്രാസശ്ചനോത്പദ്യതേ. അവർ പറയുന്നത് ഈ സാധുജനങ്ങൾ സംസാരത്തെ ദുഃഖരൂപമെന്ന് പറഞ്ഞ് മനുഷ്യനെ നിരാശപ്പെടുത്തുന്നുവല്ലോ, അതുകൊണ്ട് ഇവരുടെ പിന്നാലെ പോകരുത് എന്ന് പറഞ്ഞ ആ വിഷയത്തിൻ്റെ പുറകെ ഓടിക്കുന്നത്. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഇങ്ങനെ ഇന്ന് പറയരുത്. ഈ പഴയ കാലത്ത് എഴുതി വെച്ചതൊക്കെ ഇങ്ങനെ ഓടിച്ചെന്ന് ദുഃഖിച്ച് ചെല്ലുന്നവനോട് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് മനസ്സിലായത്. അതിന് പകരം ഈ ആചാര്യശങ്കരൻ്റെയും അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളെടുത്ത് സാധാരണ ജനങ്ങളെ മൈതാനത്തിലെത്തിച്ച് പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലെ ബുദ്ധിശാലികളിരുന്ന് ഇത്രയും നല്ല ഫലങ്ങൾ, ഇത്രയും നല്ല മൂലങ്ങൾ, ഇത്രയും വലിയ വീട്, ഇത്രയും നല്ല ഭാര്യ, ഇത്രയും സുന്ദരികളായ തരുണീമണികൾ, ഇത്രയും സുന്ദരന്മാരും ആരോഗ്യവാന്മാരുമായിട്ടുള്ള പുരുഷന്മാർ ഈ ലോകത്ത് ഇതൊക്കെ അനുഭവിക്കാതെ ഇവന്മാരെ ഇങ്ങനെ ഇരുന്ന് നമ്മളെയും കൂടെ നിരാശപ്പെടുത്തുകയാണല്ലോ. മനസ്സിലായില്ല? അപ്പം അങ്ങനെ പറയുമ്പോഴേക്ക് കേൾക്കുമ്പോൾ ഇത് ശരിയാണല്ലോ എന്ന് തോന്നും.
അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വഴിയിലൊക്കെ വന്നെങ്കിൽ സന്യാസത്തെ സന്യസിച്ച് കളയാമെന്ന് തോന്നുന്നു. മനസ്സിലായില്ല? അതാണ് ഇതിൻ്റെ വൈകല്യം. അതുകൊണ്ട് അതായിട്ട് പോയാൽ മതി, തിരക്കൊന്നും പിടിക്കണ്ട, വളരെ മെല്ലെ പോയാൽ മതി. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന 3-4 കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. അതിലൊന്നാണ് മരണം. പിന്നെ അത് സർവ്വഥാ കൂടെ ഇരിക്കുന്ന സാധനമാണ്. ജനിച്ച അന്ന് മുതൽ കൂടപ്പിറപ്പ് പോലെ കൂടെ മരിക്കുന്നത് വരെ കൊണ്ടുപോകുന്നൊരു സാധനമാണ് മരണം. അതിഷ്ടപ്പെടാത്ത ആളില്ല. എന്ത് വിഷമത വന്നാലും ആദ്യം ആലോചിക്കുന്നത് മരിക്കാനാണ്. ഭയം കൊണ്ട് മരിക്കാതിരിക്കുന്നതാണ്. കാരണം ഒന്ന് മരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മുഖമൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്നോർത്തിട്ട് മരിക്കാത്തതാണ്. മനസ്സിലായില്ല? മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു. മരണം കൂടപ്പിറപ്പാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. അത് വലിയ കാര്യമാണ്. 2, ജീവിക്കാനുള്ള ഇച്ഛ. മരിക്കാൻ കിടക്കുമ്പോൾ അവസാനത്തെ ശ്വാസം എടുക്കുമ്പോഴും ഇനിയും ഒരു 100 കൊല്ലം ജീവിക്കാനുള്ള പ്ലാനാണ് തലേ കയറുന്നത്. മരിക്കാൻ പോകുന്നവനോട് പോയി ചോദിച്ചു, നിങ്ങളുടെ നേതാക്കന്മാരിൽ നല്ലൊരു ശതമാനം രോഗികളാണ്. ഉന്മാദം, ക്യാൻസർ, ഇതൊക്കെ ഉള്ളവരാണ്. ഇതൊക്കെ വന്നാലും ചന്ദ്രക്കാരൻ പറഞ്ഞ പോലെ ഞാൻ ഭരിച്ചാൽ തിരുവിതാംകൂർ ഭരുമോന്ന് നോക്കട്ടെ എന്ന മട്ടിലായിരിക്കുന്നത്. നിർത്തുകയല്ല. എന്തെല്ലാം ഉപജാപങ്ങളുണ്ടാക്കി കുഴിയിലേക്ക് കാലല്ല തലയിൽ നീട്ടിയിരിക്കുന്ന അവസ്ഥയെപ്പോലും ഒരു പ്രധാനമന്ത്രിയാകാൻ പറ്റുമോ, മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ, ഒരു പ്രസിഡൻ്റാകാൻ പറ്റുമോ, ഏത് സ്ഥാനമാകിട്ടുന്നതെന്ന് ഈ കിളവന്മാർ മത്സരിക്കുന്ന ലോകത്താണ് നിൽക്കുന്നത്. അപ്പം മരിക്കാൻ പോകുമ്പോഴും പ്ലാനാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് ജീവിക്കാനുള്ള ഇച്ഛ ജീവികളിൽ അങ്ങേയറ്റമാണ്. 2 ഇച്ഛകളാണ്, മരിക്കാനുള്ള ഇച്ഛയും ജീവിക്കാനുള്ള ഇച്ഛയും. ഇതിനേക്കാൾ പ്രബലമാണ് മനുഷ്യനിൽ ജീവിതത്തെയും മരണത്തെയും വെല്ലുന്ന സർവസംഘ പരിത്യാഗമായ സന്യാസത്തിനുള്ള ഇച്ഛ. അതില്ലാത്ത ഒരു മനുഷ്യനുമില്ല. അത് പരിശോധനയൊന്നുമില്ലാതെ ചിലപ്പോൾ ചാടിപ്പോകുന്നതുകൊണ്ടാണ് ഈ അപകടം വരുന്നത്. തിരിച്ചു വരാൻ നാട്ടുകാർ സമ്മതിക്കത്തുമില്ല. പോയ പോക്കാണ്. ഇനി തിരിച്ചു വന്നാൽ നാട്ടുകാർ കൈവെക്കും. അപ്പോൾ അങ്ങനൊരു അപകടം പിടിച്ച വഴിയുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ഉള്ള ഒരു 15-16 വയസ്സൊക്കെ ആകുമ്പോൾ അത് ഗൃഹസ്ഥന്മാർ വന്നിട്ട് പറയും, ഞാനും സന്യസിക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ അപ്പോൾ ആഗ്രഹം മിക്കവാറും മനുഷ്യരിലെല്ലാം കാണും. അപ്പോൾ ഇത് 3 മനുഷ്യൻ്റെ ഇച്ഛയിൽപ്പെട്ടതാണ്. ഈ 3നെയും മനുഷ്യൻ വിചാരപൂർവം സമീപിക്കാറില്ല. അപൂർവം ചിലർ സ്വയം ഇത് വിചാരപൂർവം സമീപിക്കുകയും ഇതിൽ വിചാരം തരുന്ന ശാസ്ത്രഗ്രന്ഥങ്ങളെ പഠിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളുടെ നിലയെടുത്ത് പരിശോധിക്കുമ്പോൾ ശാന്തി മന്ത്രങ്ങൾ അതിൽ പ്രഥമമാണ്. കാരണം നിങ്ങളുടെ കോശാന്തരങ്ങളിലുള്ള ബോധത്തെ പരിപക്വമായ ശാന്തിയിലേക്ക് നയിക്കുന്നതാണിത്. അതതിൻ്റെ സമയത്താണെങ്കിലാണ് കൃത്യമായി കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് എന്തു തന്നെയായാലും സത്വഗുണവൃദ്ധിയിൽ മാത്രമാണ് ഈ താപം. ഈ താപം ഉത്തമമാവട്ടെ അധമമാവട്ടെ അത് വേറെ കാര്യം. എന്നാൽ അവസാനം ഇതിൻ്റെ നിവൃത്തി ആപേക്ഷിതമാണ്. ത്രിവിധ താപത്താൽ
പൂർവോക്ത ആധ്യാത്മിക താപ നിവൃത്തി പ്രഥമ ശാന്തി പദം. ആദിഭൗതിക താപം ദ്വിതീയം. ഭൂതങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ദുഃഖം. ആദിഭൗതികത സിംഹം, വ്യാഘ്രം തുടങ്ങിയ യുദ്ധം, സംഘട്ടനം തുടങ്ങിയവയിൽ നിന്നെല്ലാം എടുത്തതാണ് ഡീറ്റെയിൽഡായിട്ട്. എങ്കിലൊന്ന് ക്രോഡീകരിച്ച് പറയുകയാണ്. കൊതുക്, ഈച്ച, എലി മുതലായവയിൽ നിന്ന്, ദുഷ്ടമനുഷ്യരിൽ നിന്നും. ഇന്നിപ്പോൾ കൊതുകുമൊക്കെയാണ് കൂടുതൽ അല്ലേ? ശാസ്ത്രം പുരോഗമിച്ചോ. പണ്ട് കൊതുകില്ലായിരുന്നു, പണ്ട് പാമ്പ് കടിക്കുമായിരുന്നു. പാമ്പ് കടിച്ചാൽ സമാധാനമുണ്ട്, രണ്ടിലൊന്നറിയാം. ശരിയല്ല? മാത്രമല്ല, ഒരു പാമ്പിൻ്റെ കിടപ്പിൻ്റെ നീളത്തോളം കൊതുക് ചേർന്ന് കടിച്ചാലത്തെ കഥ. അപ്പോൾ അത് ആദിഭൗതികം, അത് ദ്വിതീയ ശാന്തി. ആദിദൈവീകം തൃതീയം. അതിവൃഷ്ടി, അനാവൃഷ്ടി ഇവയെല്ലാം മനസ്സഥവാ ശരീരത്തിൽ സത്വരജോ ഗുണാദി നിമിത്തം താപം ആധ്യാത്മികം. അതുപോലെ തന്നെ ദൈവനിമിത്തം ആദിദൈവികം, ഭൂതനിമിത്തം ഭൗതികം. ഇതിൻ്റെ എല്ലാം പരമ ഉപശമം, അത് മോക്ഷപര്യ അവസാനമാണ്. അതിനുള്ള പ്രാർത്ഥന ശാന്തി, ശാന്തി, ശാന്തി. ഇനി നമുക്ക് ശാന്തി മന്ത്രം കഴിഞ്ഞു. ഒന്ന് അല്പം ഓടിച്ചതുകൊണ്ടാണ്, കാരണം ഒരു ശ്ലോകമെങ്കിലും എടുക്കണമെന്ന് ചിലരിങ്ങനെ വന്നിട്ട് സ്വാമി ഈശാവാസി എന്ന് പേരിട്ടിട്ട് ശാന്തി മന്ത്രവും വെച്ചുകൊണ്ടിരുന്ന് പറ്റിക്കരുതേ, ഒന്ന് ഒരു ശ്ലോകമെങ്കിലും ഒന്ന് തുടങ്ങി കാണിക്കണേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഒരല്പം സ്പീഡ് എടുത്തത്. അതിൻ്റെ പോരായ്മ കാണും, എന്നാലും സാമാന്യനെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. സാമാന്യമെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഉപാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ അടുത്തിരിക്കുക. ഏതെങ്കിലും ദേവതയെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ദേവതയോട് ഏറ്റവും ചേർന്നിരിക്കുക, ആ ദേവതയുമായി ചേർന്നിരുന്ന ആ ദേവതയായിട്ട് ഒന്നായിത്തീരുക. അതാണ് ഉപാസനാകാണ്ഡത്തിൻ്റെ പ്രത്യേകത. അതാണ് സാധന എന്ന് പറയുന്നത്. ഉപാസനയ്ക്കെല്ലാം കൂടെ ചേർന്ന് പൊതുവെ പറയുന്ന പേരാണ്. മനസ്സിലായി? ഈശാവാസ്യം തുടങ്ങിയ മന്ത്രങ്ങളുടെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ശുക്ല യജുർവേദത്തിൽ കാണ്വശാഖയിൽ ഏവം മാധ്യന്തിന ശാഖയിൽ, ഇങ്ങനെ രണ്ടും പ്രസിദ്ധ ശാഖകളാണ്. ശുക്ല യജുർവേദത്തിൽ രണ്ട് ശാഖകളാണ്, കാണ്വശാഖ, മാധ്യന്തിന ശാഖ. രണ്ടിലും അന്ത്യത്തിൽ ഈശാവാസ്യമുണ്ട്. മാധ്യന്തിന ശാഖയിലും ഈശാവാസ്യമുണ്ട്, കാണ്വശാഖയിലും ഈശാവാസ്യമുണ്ട്. ചെറിയ പാഠഭേദമുണ്ട്. നിങ്ങളുടെ പുസ്തകങ്ങളെടുത്ത് നോക്കിയാൽ കാണാം, അസൂര്യ എന്നല്ല അസുര്യ എന്നാണ് കാണുന്നത്. നോക്കുക, അസുര്യ നാമതേ ലോകാഹ അന്ധേന തമസാവൃതാഹ. മൂന്നാമത്തെ ശ്ലോകം അല്ലേ? മൂന്നല്ലേ? അത് മാധ്യന്തിനത്തിലാവുമ്പോൾ അസൂര്യ എന്നാണ്, സൂര്യനില്ലാത്ത ലോകം. ഇങ്ങനെയുള്ള ചെറിയ പാഠഭേദങ്ങൾ മാത്രമാണ് രണ്ടും തമ്മിലുള്ളത്. രണ്ടും പ്രസിദ്ധമാണ്. ശാങ്കര സമ്പ്രദായം കാണ്വശാഖയെയാണ് അംഗീകരിച്ചിരിക്കുന്നത്. അരവിന്ദ മഹർഷിയും മറ്റും മാധ്യന്തിന പാഠമാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാണ്വശാഖീയ ഉപനിഷത്താണ് ശങ്കരനെടുത്തിരിക്കുന്നത്. ഈ പാഠത്തിന്മേൽ ശാങ്കര ഭാഷ്യമുണ്ട് കാണ്വശാഖയിൽ. അതുകൊണ്ട് അതിനോട് യോജിച്ചു നിന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യജുർവേദത്തിൽ 40 അധ്യായങ്ങളുണ്ട്. 30 അധ്യായങ്ങൾ കർമ്മം ഏവം ഉപാസനാവർണ്ണനങ്ങളാണ്. അതുകൊണ്ട് ആ മന്ത്രങ്ങൾ കർമാദികളിൽ വിനിയുക്തമാണ്. യജുർവേദം കർമ്മത്തിനാണ് പ്രാധാന്യം കൂടുതൽ നൽകുന്നത്, യജ്ഞത്തിൽ.
സംഹിത എന്ന നിലയിൽ യജ്ഞത്തിന് വളരെ പ്രാധാന്യം നൽകുന്നതാണ് യജുർവേദീയ മന്ത്രങ്ങളെല്ലാം. 40-ാം അധ്യായം യജുർവേദത്തിൻ്റെ അന്തിമ അധ്യായമാണ്. വേദങ്ങളുടെ അവസാനം വേദാന്തമാണ്. അതുപോലെ യജുർവേദത്തിൻ്റെ മുഴുവൻ സാരാർത്ഥവും ബോധകമാകയാലും അത് വേദാന്തമാണ്, ജ്ഞാനകാണ്ഡമാണ്, മുഖ്യാർത്ഥകമാണ്. ഇത് മുഖ്യാർത്ഥകമാണെങ്കിൽ ഇതിന് പ്രഥമസ്ഥാനം വേണ്ടതാണ്. ഈ ഉപനിഷത്ത് അല്പകായമാണ്, വളരെ ചെറുതാണ്. അതുകൊണ്ടും സൂചീകടാഹ ന്യായപ്രകാരം ഇതിന് പ്രഥമസ്ഥാനം നൽകേണ്ടതായിരുന്നു. വളരെ വേഗത്തിൽ കയറിപ്പോകുന്നുണ്ട്. 39 അധ്യായങ്ങൾ ശ്രവണം ചെയ്ത് ആര് സ്ഥഗിതമാകുന്നുവോ, അക്ഷമരാകുന്നുവോ, അങ്ങനെ ഒരാളുടെ മനസ്സ് 40-ാം അധ്യായത്തിൽ പൂർണ്ണമാകുന്നതിനാണ്. ആളുകൾ 1 മണിക്കൂർ കേട്ട് പ്രവചനം കേട്ടാൽ തന്നെ അക്ഷമരാവും. യജുർവേദത്തിൻ്റെ 40 അധ്യായങ്ങൾ പഠിച്ച് കഴിഞ്ഞ് 30 അധ്യായം പഠിച്ച് കഴിഞ്ഞ് 40-ാം അധ്യായത്തിലെത്തേണ്ടതാണ്. അത്രയും ക്ഷമയോടെയാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് ആ അധ്യായ തലങ്ങളിൽ വരുന്ന കർമ്മത്തിൻ്റെ ബഹിർമുഖങ്ങളായ വഴികൾ അല്പാൽപങ്ങളായി ശ്ലോകത്തിൻ്റെ പൂർവപക്ഷങ്ങളിൽ കൊണ്ടുവരികയും ചെയ്യും. കർമ്മവും ഉപാസനയും കൊണ്ട് ആരാണോ പവിത്രഹൃദയരാകുന്നത് അവർക്ക് ഉപനിഷത്തിൻ്റെ ശ്രവണം സാർത്ഥകമാണ്. അതുകൊണ്ട് നിങ്ങളിത് കേൾക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ സമസ്ത കർമ്മങ്ങളും ഉപാസനകളും കൊണ്ട് പരിപൂരിതവും പവിത്രവുമായ ഒരു മനസ്സോടുകൂടിയിരിക്കുന്നു എന്ന ഭാവന കേൾക്കുമ്പോൾ ഉണ്ടാകണം. ഇല്ലെങ്കിൽ അതിനെ മുഴുവൻ നിരാകരിച്ചിട്ട് ഇത് പഠിക്കാമെന്ന പാശ്ചാത്യ രീതിയിൽ പഠിക്കരുത്. പോൾ ഡോസനും കൂട്ടരുമൊക്കെ ആ രീതിയിലാണ്. സംഹിതയുടെ നിഷേധമാണ് ഉപനിഷത്തെന്നാണ് അവരുടെ പാഠം. സംഹിതയുടെ വ്യാഖ്യാനമാണ് ഉപനിഷത്തെന്നതാണ് ശങ്കരാദ്യന്മാരുടെ പാഠം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരുന്നു വേണം കേൾക്കാൻ. കർമ്മത്തിൻ്റെയും ഉപാസനയുടെയും തന്നെ പ്രതിപാദനമാണ്. അത് കഴിഞ്ഞാൽ ജ്ഞാനകാണ്ഡത്തിൻ്റെ പ്രാരംഭമാണ്. ഇവിടെ ഭാഷ്യകാരൻ ആദ്യമേവ വിചാരം ചെയ്യുന്നത് ഈ അന്തിമാധ്യായം തന്നെ കർമ്മസംബന്ധിയാണോ അല്ലയോ എന്നാണ്. ആചാര്യശങ്കരൻ അതുകൊണ്ട് ഇത് കർമ്മമാണോ ജ്ഞാനമാണോ എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. നന്നായി. ഇവിടെയും കുർവന്നേവേഹ കർമാണി എന്ന് കർമ്മവർണ്ണനമുണ്ട്. വിദ്യാം ച അവിദ്യാം ച എന്നിങ്ങനെ കർമ്മവും ഉപാസനയും വർണ്ണിച്ചിട്ടുണ്ട്. ഭാഷ്യകാരൻ പറയുന്നത് ഈശാവാസ്യാദയോ മന്ത്ര കർമ്മ സ്വവിനിയുക്താഹ. ഈശാവാസ്യാദി മന്ത്രങ്ങൾ കർമ്മത്തിൽ വിനിയുക്തങ്ങളല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? തേഷാം അകർമ്മശേഷസ്യാത്മനോ യാഥാത്മ്യപ്രകാശകത്വാത്. ഈ മന്ത്രം യാതൊരു കർമ്മത്തിനും ശേഷമല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ പ്രകാശകമാണ്. കർമ്മം എങ്ങനെ ചെയ്യണം, ചെയ്യരുത്, അതൊന്നും ഇതിലെ വിഷയമല്ല. ഗീതയിൽ ആ വിഷയങ്ങൾ കാണാം. വിധിഹീനമസൃഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ എന്നൊക്കെ ഗീതയിൽ കാണാം. ഇതിലില്ല. വിധിഹീനമല്ലാത്ത, അന്നദാനമില്ലാത്ത, മന്ത്രരഹിതമായ, ദക്ഷിണാരഹിതമായ, ശ്രദ്ധാരഹിതമായ യജ്ഞം താമസമാണ്.
അത്തരം യജ്ഞം വർജ്യമാണ്, അവയിൽ പങ്കെടുക്കുക പോലും ചെയ്യരുതെന്നാണ്. ഇതിൽ അങ്ങനത്തെ വിധിയൊന്നും പറഞ്ഞിട്ടില്ല. യജധാതുവിന് ദേവപൂജ, സംഗതീകരണം, ദാനം എന്ന് 3 അർത്ഥമുണ്ട്. യജ ധാതു എടുത്ത് പഠിച്ചാൽ താത്വർത്ഥ നിർദ്ദേശത്തിൽ ദേവപൂജനം, സംഗതീകരണം, ദാനം. ദേവപൂജനം കൊണ്ട് ഹോമങ്ങളും ഭഗവത് പൂജനവും ഗ്രാഹ്യമാണ്. നിവേദ്യം, അഭിഷേകം, പുഷ്പസമർപ്പണം എന്നിങ്ങനെ ചെയ്യുന്ന വിൽക്രമത്തിൽ ചെയ്യുന്ന കർമ്മം വിധിപൂർവകമല്ല. ആദ്യം കയ്യിലുള്ളതൊന്ന് താത്തു വെക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. എന്നാൽ പിന്നെ ആദ്യം ചെയ്യാൻ ഭഗവാന് നിവേദ്യം അങ്ങ് കൊടുക്കുക, പിന്നെ ഭഗവാനെ കുളിപ്പിക്കാം. മനസ്സിലായില്ലേ? അത് വിൽക്രമമാണ്, അത് വിധിപൂർവകമല്ല. അപ്പോൾ പൂജയും ഹോമവും കഴിഞ്ഞ് അന്നവിതരണവും വേണം. അത് അല്പമായിരിക്കട്ടെ, പ്രസാദ വിതരണം അനിവാര്യമാണ്. അവയ്ക്കെല്ലാമൊപ്പം മന്ത്രോച്ചാരണം വേണം. അവസാനം ദക്ഷിണയും വേണം. യജ്ഞമാണോ അതിന് ദക്ഷിണ വേണം, നിർബന്ധമാണ്. അപ്പോൾ വീട്ടിൽ ഭഗവാന്റെ പൂജ ചെയ്യുമ്പോൾ ദക്ഷിണ വയ്ക്കാൻ പ്രയാസമില്ല. കാരണം അത് പിന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാമല്ലോ. എന്താ വിചാരിക്കുക, വല്ലാതെ ഇരിക്കും. അവിടെ ആകുമ്പോൾ 1001 10,000 വെക്കുന്നതിന് നമുക്ക് പേടിക്കാറൊന്നുമില്ല. നമ്മുടെ ഭഗവാൻ, നമ്മുടെ പൈസ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ എടുക്കുന്നു. അതുപോലെയല്ല. അതുകൊണ്ട് ദക്ഷിണ വച്ചിട്ട് തിരിച്ചെടുത്ത് പോക്കറ്റിലിടരുത്. ആ രീതിയിലുള്ള ഇത് ആലോചിച്ചിട്ടേ ചെയ്യാവൂ. അത് വിധിപൂർവകമല്ല. വീട്ടിലാണെങ്കിലും ദക്ഷിണ വെച്ചാൽ അത് ക്ഷേത്രത്തിൽ കൊടുക്കുകയോ വരുന്നവർക്ക് അന്നദാനത്തിനാവുകയോ അല്ലെങ്കിൽ വരുന്നവർക്ക് ദക്ഷിണയായി കൊടുത്തു വിടുകയോ ചെയ്യണം. വീട്ടിൽ വല്ലപ്പോഴും വരുന്നവർക്ക് കൊടുത്തു വിടുകയോ ചെയ്യണം. അല്ലാതെ നമ്മളതെടുത്ത് ഉപയോഗിക്കരുതെന്നാണ് ദക്ഷിണ വെച്ചത്. അത് ബ്രഹ്മചാരികൾക്കോ സന്യാസിമാർക്കോ ബ്രാഹ്മണർക്കോ ശ്രേഷ്ഠന്മാർക്കോ പാവങ്ങൾക്കോ ഒക്കെ കൊടുക്കാം, കുഴപ്പമില്ല. പാവങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതിന് ദക്ഷിണ എന്നല്ല പറയുക, കാരുണ്യമെന്നാണ് പറയുക. അതേ വ്യത്യാസം. അവയ്ക്കൊക്കെ ശ്രദ്ധ വേണം. അവ പ്രകൃതത്തിൽ മന്ത്രത്തെ പറ്റിയും വിശേഷിച്ച് പറയുന്നുണ്ട്. യജ്ഞസമയത്ത് അഥവാ പൂജാസമയത്ത് ഏത് മന്ത്രം ചൊല്ലണം? തോന്നുന്ന പോലൊന്നും ചൊല്ലാൻ പറ്റില്ല. ഓരോന്നിനും അതിൻ്റെ മന്ത്രങ്ങളുണ്ട്. ആകെ അറിയാവുന്നത് ഇത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ അതങ്ങ് എല്ലിക്കളയാം. അതാ ഞാൻ മുമ്പ് പറഞ്ഞത്. കാരണം ബലിയിടാൻ വന്നിരിക്കുകയാണ് ആളുകൾ. മന്ത്രമൊന്നും കാര്യമായിട്ടൊന്നും അറിയില്ല. ബലിയിടിച്ച് 10 പൈസ കിട്ടണം. കാരണം പമ്പയിൽ പോയിരിക്കുകയാണ്. പമ്പയെ സ്ഥലം ലേലത്തിൽ പിടിച്ചു ദേവസ്വം ബോർഡിൽ നിന്ന്. കാശില്ലാത്തതുകൊണ്ട് നിർമ്മലാനന്ദഗിരി അവിടെ ബലിയിടിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ പോയി അവിടെ അങ്ങ് ഇരുന്നപ്പോഴാണ് മന്ത്രം അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ആളുകളെ ബലിയിടിക്കണം. എന്താ കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി. മന്ത്രമാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചൊല്ലി പറ്റിക്കുക. ആ പണിയല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. ചെല്ലുന്നവരും ഇതൊക്കെ ചൊല്ലിയിട്ട് മന്ത്രം ചൊല്ലി എന്നൊക്കെ വിചാരിച്ച് ബലിയൊക്കെ ഇട്ട് വരും. പക്ഷേ അവിടെ ചെല്ലുകയല്ല. അത് മന്ത്രയുക്തമായിരിക്കണം. തോന്നുന്നത് പുരസ്ചരണം ചെയ്താൽ പോരാ. എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? യഥേച്ഛം ഏതെങ്കിലും മന്ത്രം പോരാ. പ്രസ്തുത കർമ്മത്തിൻ്റെ അർത്ഥം പ്രകാശിപ്പിക്കുന്ന മന്ത്രം പുരസ്ചരണം ചെയ്യണം. മന്ത്രത്തിൻ്റെ അർത്ഥപ്രയോഗ സമവേദാർത്ഥ സ്മാരക മന്ത്രാഹ. ഏതൊന്ന് ചെയ്യുന്നുവോ പ്രയോഗ സമവേദാർത്ഥ സ്മാരക മന്ത്രാഹ. മന്ത്രം എന്ന് പറയുമ്പോൾ പ്രയോഗത്തെ അനുസ്മരിപ്പിക്കുന്ന അർത്ഥത്തോടു കൂടിയതാണ്. അപ്പോൾ സ്മരണ ഉണർത്തണം. അതിൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ ആ സ്മരണ ഉണ്ടാവണം. പയസ്നാനത്തിന് പയ പൃഥിവ്യാം പയ ഓഷധീഷു ഇത്യാദി മന്ത്രം പുരസ്ചരണം ചെയ്യും. തന്നെയുമല്ല, ഈ മന്ത്രം കൊണ്ട് പൂജയെ ചെയ്യൂ, ഈ പൂജയെ ചെയ്യൂ എന്ന് ശ്രുതി പറയുന്നുണ്ട്.
ഈശാവാസ്യാദി മന്ത്രം കൊണ്ട് ഏത് ആഹൂതിയാണുള്ളത്, ആഹൂതിയില്ല. ഏത് പൂജയാണുള്ളത്, ഇതിന് വചനം വേദത്തിലില്ല. ഇപ്പം ശബ്ദ സാമർഥ്യരൂപമായ ലിംഗപ്രമാണവും ഈശാവാസ്യം യജ്ഞത്തിനുള്ള മന്ത്രമാണെന്നതിനില്ല. അതുകൊണ്ട് ഈ മന്ത്രം കർമ്മത്തിന് വിനിയുക്തമല്ല. എന്നിരുന്നാലും യജുർവേദം കർമ്മപ്രധാനമാണ്. എവിടെയെങ്കിലും ഗണാനാം ത്വാ ഗണപതിഗും യജാമഹേ എന്ന് കേട്ടാൽ അവിടെ ഹവന ഹോമാദികൾ നടക്കുന്നുണ്ട് എന്നുറപ്പാണ്. ഋഗ്വേദങ്ങൾ സൂക്തങ്ങളാണ്. ഉഷസൂക്തം, ശ്രീസൂക്തം, ദേവീസൂക്തം, നാരായണ സൂക്തം ഇവ തത്വാർത്ഥ പ്രതിപാദകങ്ങളുമാണ്. എന്നാൽ യജുർവേദ കാര്യമെടുക്കുമ്പോൾ പ്രായേണ മന്ത്രം കാര്യനിയുക്തമാണ്. ഈശാവാസ്യാദി യജുർവേദീയ മന്ത്രം കർമ്മ വിനിയുക്തമല്ല. അത് കർമ്മത്തിൽ ഉപയോഗിക്കുന്നില്ല. ഇവ അകർമ്മശേഷമായ ആത്മാവിൻ്റെ പ്രതിപാദകമാണ്. ആത്മയാഥാത്മ്യ പ്രതിപാദകമെന്ന് പറയുന്നതാണ് ശരി. ഇവിടെ ആത്മസ്വരൂപ വർണ്ണനമാണ്. ആത്മാവ് കർമ്മസാധനമല്ല. അത് മന്ത്രത്തിൽ തന്നെ പറയും. സപര്യഗാചുക്രമകായം ഔവ്രണം അസ്നാവിരം ശുദ്ധം അപാപവിദ്ധം ഇത്യാദി ഈ ഉപനിഷത്തിൽ പറയുകയും ആ സ്വരൂപം കർമ്മസാധ്യമോ സാധനയോഗ്യമോ അല്ല, സാധനയോ അല്ല. പര്യഗാത് അർത്ഥം വ്യാപകം. വ്യാപകമാകയാൽ ക്രിയയില്ല. ആത്മാവ് ശരീരരഹിതമാണ്. ശരീരം കൊണ്ട് കർമ്മം നടക്കുന്നു. ആത്മാവാകട്ടെ ശരീരരഹിതമാണ്. ആത്മാവിന് ശരീരമില്ല. അപ്പോൾ ആത്മാവിനെ വെച്ച് കർമ്മമന്ത്രങ്ങളില്ല. ഏതൊന്ന് ഉൽപ്പന്നമാണ്, ആപ്യമാണ്, വികാര്യമാണ്, സംസ്കാര്യമാണ്, അത് കർമ്മത്താൽ സാധ്യമാണ്. എൻ്റെ ശരീരത്തെ, എൻ്റെ സ്ഥൂല ശരീരത്തെ, എൻ്റെ സൂക്ഷ്മ ശരീരത്തെ, എൻ്റെ കാരണ ശരീരത്തെ ഒക്കെയാണ് ഉപാസന, കർമ്മം ഇവ കൊണ്ട് ശുദ്ധീകരിച്ചെടുക്കുന്നത്. അപ്പം കർമ്മത്തിനുള്ള മന്ത്രം എന്ന് പറഞ്ഞാൽ അത് സംസ്കാര്യ കാരണമാണ്. അത് ആപ്യമാണ്, വികാര്യമാണ്, സംസ്കാര്യമാണ്. അങ്ങനെയുള്ളത് അത്തരം മന്ത്രങ്ങളാണ്. ഇതൊന്നും അല്ലാത്തതിനാൽ കർമ്മസാധ്യമല്ല. ഉൽപ്പത്തി, പ്രാപ്തി, വികാരം, സംസ്കാരം ഇവ നാലും കർമ്മസാധ്യമാണ്. ലോകമാകട്ടെ ഈ നാലെണ്ണമാണ്. ലോകത്തിന് ഉൽപ്പത്തിയുണ്ട്, ലോകത്തിന് വികാരമുണ്ട്, അത് പരിണമിക്കും. ബാലൻ പരിണമിച്ച് യുവാവാവും. പരിണാമമുണ്ട് ലോകത്തിന്. സകലതും പരിണമിക്കുന്നതാണ്. ലോകത്ത് നോക്കിയാൽ വെള്ളം പരിണമിച്ച് ആവിയാവും, ആവി പരിണമിച്ച് വീണ്ടും വെള്ളമാവും. ഇത് നിത്യപരിണാമമാണ്. ഇതിനിപ്പോൾ ഡാർവിനൊന്നും വരേണ്ട കാര്യമില്ല. പരിണാമമാണിത് മുഴുവനെന്ന് കാണാൻ ഒരുത്തം വന്നിന് ഇതിന് സിദ്ധാന്തമൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതിന് കുരങ്ങ് മനുഷ്യനാകേണ്ട കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കും, ഭാവന പോലെ പരിണമിച്ചുകൊണ്ടിരിക്കും. പരിണാമപ്രകാരമാണ് ഇത് ഓടുന്നത്, ഈ ലോകം ഓടുന്നത്. ലോകം എന്ന് പറഞ്ഞാൽ പരിണാമമാണ്, അത് വികാര്യമാണ്. അതിനെ സംസ്കരിക്കാനും പറ്റും. വികാരമായതുകൊണ്ട് അതിന് നല്ല വഴിക്കും ചീത്ത വഴിക്കും കൊണ്ടുപോകാം. വികാരമായി തുടരുന്നത് പ്രകൃതി. മനസ്സിലായില്ല? വികാരം വികലമാകുന്നത് വികൃതി. വികൃതിയും പ്രകൃതിയും സംസ്കാരാഭിമുഖമാകുമ്പോഴാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഉത്തമ ജീവിതം ഉണ്ടാകുന്നത്. അതുകൊണ്ട് സംസ്കരിക്കണം. ബീജം മുതലേ സംസ്കരിക്കണം. അതിനാണ് സംസ്കാര കർമ്മങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 16 സംസ്കാര കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പ്രധാനപ്പെട്ടവയായി. അപ്പം അതിനനുസരിച്ച്
ബീജം മുതൽ സംസ്കരിച്ചെടുക്കും. അതൊക്കെ കർമ്മത്താൽ സാധ്യമാണ്. ഈശാവാസ്യം കർമ്മത്തിൽ പെടുന്നില്ല. ലോകം ഈ നാലുമാണ്: വീടുണ്ടാക്കുക, നെല്ലുൽപാദിപ്പിക്കുക, കടപടാദികൾ ഉണ്ടാക്കുക, കിണറുകുളം കുഴിക്കുക, രാസപദാർത്ഥങ്ങൾ സംസ്കരിക്കുക, വികാരമുണ്ടാക്കുക. ഇതൊക്കെയാണ് ലോകം. വയറുവേദന ഉണ്ടായി ഭക്ഷണം കഴിച്ചപ്പോൾ, അത് വികാരമാണ്. ദഹനം നടന്നില്ല. ഇഞ്ചി നീരും ചെറുനാരങ്ങ നീരും പഞ്ചസാരയും കൂടെ യോജിപ്പിച്ച് 2 ഡോസ് കൊടുത്തു. സംസ്കരിക്കാതെ കിടന്നത് സംസ്കരിച്ചു, പചിച്ചു. സംസ്കാരം പൂർത്തിയായപ്പോൾ ഗ്യാസൊക്കെ പോയി, മലമൂത്രമൊക്കെ പോയി, നേരെയായി. എഴുന്നേറ്റ് നിന്നു. കുഴപ്പമില്ല. ഇപ്പം ശരിയാണ്. ശരിയാണ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വികാരം, സംസ്കാരം, ഇതെല്ലാം ലോകത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ലോകം എപ്പോഴും ഈ രീതിയിലാണ് പോകുന്നത്. ഉൽപ്പത്തി, പൈസയുടെ ആയാലും സാധനങ്ങളുടെ ആയാലും അതിൻ്റെ വിനിയോഗം, അതുമൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പാലിൻ്റെ വികാരമാണ് വെണ്ണ, അതും പരിണാമമാണ്. എള്ളിൻ്റെ വികാരമാണ് എണ്ണ. അപ്പോൾ അതിൻ്റെ രസമാണ്. തുണികളാണെങ്കിൽ കഴുകി സംസ്കരിക്കുന്നു. ഇവയെല്ലാം ലൗകിക ഉദാഹരണങ്ങളാണ്. വൈദിക ഉദാഹരണത്തിൽ അഗ്നിമഥനം ചെയ്യുന്നു. ഹോമകുണ്ഡം ഉണ്ടാക്കി അഗ്നിയെ കടയുന്നു. അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാക്കും. അഗ്നി ഉണ്ടാക്കി പായസം ഉണ്ടാക്കി, പുരോടാശം. എല്ലാം ഉൽപ്പത്തിക്ക് ഉദാഹരണമാണ്. എങ്ങനെയാണ് ആദ്യത്തെ അഗ്നി ഉണ്ടായത്? അഗ്നി ഉണ്ടായത് 2 അരണികൾ കടഞ്ഞിട്ടാണ്. ഏതൊക്കെയാണ് ആദ്യത്തെ 2 അരണികൾ? ആത്മാനമരണിം കൃത്വ പ്രണവം ച ഉത്തരാരണിം ജ്ഞാനനിർമഥനാഭ്യാസാത് പാശം ദഹതി പണ്ഡിതാഃ. അധശബ്ദം കൊണ്ടുണ്ടായ ആദ്യത്തെ സൃഷ്ടി ശബ്ദാന്തരമാണ് ബ്രഹ്മാവിങ്കൽ നിന്ന്. അതിനെ ദഹിപ്പിക്കുവാനുള്ള ശക്തി ആത്മാവിനെ അരണിയാക്കി പ്രണവത്തെ ഉത്തരാരണി, കടകോൽ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് കടയുക. കടഞ്ഞാൽ കയറ് മുറിയും, ബന്ധങ്ങൾ മുറിയും. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. ആ പരാവരയെ ദർശിക്കുമ്പോൾ ഇതൊക്കെ അറ്റുപോകും. അങ്ങനെയാണ് ഈ അരണി കടഞ്ഞ് അഗ്നി എടുത്ത് ലോകമില്ലാതാക്കുന്നത്. ഉൽപ്പത്തിയുടെ കഥ പറയുമ്പോൾ അഗ്നി ഉണ്ടാക്കുക. അരണി മരത്തിൻ്റെ തടി കൊണ്ടുവന്ന് അതിലൊരു തുളയുണ്ടാക്കി, ഒരു ചെറിയ കുഴിയുണ്ടാക്കി, ദ്വാരമല്ല, ഒരു കുഴിയുണ്ടാക്കി. ആ കുഴിയിൽ അതിൻ്റെ തന്നെ ഒരു കമ്പ് ചെത്തി അരണിയാക്കി വെച്ച് കടഞ്ഞു കഴിഞ്ഞാൽ തീ കത്തും. അങ്ങനെ ഉണ്ടായ ആദ്യത്തെ അഗ്നിയിൽ നിന്നാണ് പുരോഹിതൻ ആദ്യം വന്നത്. അഗ്നിയാണ്. അതുകൊണ്ടാണ് ഋഗ്വേദം അഗ്നിയെ സ്തുതിക്കുന്നത്. അഗ്നിമീഡേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നധാതമം. ഈ അഗ്നി തന്നെയാണ് മുമ്പേ സഞ്ചരിക്കുന്നത്. ഏഹി വത്സ, വരൂ വത്സ എന്ന് പറഞ്ഞ് സപ്തലോകങ്ങളിലൂടെ കൊണ്ടുപോകുന്നതും പുരോഹിതനായ ഈ അഗ്നി തന്നെയാണ്. അതൊക്കെ വൈദികി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. അതിലാണ് ഉൽപ്പത്തിയുടെ പുരോടാശം, പായസം. അതൊക്കെ ഉൽപ്പത്തിക്ക് ഉദാഹരണമാണ്. മന്ത്രം ഗുരുവിൽ നിന്ന് പ്രാപ്തമാകുന്നു. അത് ഉൽപ്പത്തിയല്ല, പ്രാപ്തിയാണ്.
അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സോമലത കൊണ്ടുവന്ന് സോമരസം എടുക്കുന്നു, അത് വികാരമാണ്. അന്നം പചിക്കുന്നു, അതും വികാരമാണ്. വ്രീഹിന വഹന്തി എന്ന് വാക്യമുണ്ട്, വ്രീഹിന പ്രോക്ഷതി എന്ന് വാക്യമുണ്ട്, അത് സംസ്കാര്യമാണ്. വ്രീഹി ധാന്യം. ഇതിൽ വ്യത്യാസങ്ങളുള്ളതുണ്ട്. വളരെ നീണ്ട കാലം കൊണ്ടുണ്ടാകുന്നത്, കുറഞ്ഞ കാലം കൊണ്ടുണ്ടാകുന്നത്. കുറഞ്ഞ കാലം കൊണ്ടുണ്ടാകുന്നതാണ് ഉത്തമ ധാന്യങ്ങൾ. ചെന്നല്ലൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. ദീർഘകാലം കൊണ്ടുണ്ടാകുന്നതാകുമ്പോൾ ദഹിക്കാനൊക്കെ പ്രയാസം വരും, അത് പഴകുമ്പോൾ അത് ലഘുവാകും. ദീർഘകാലം കൊണ്ടുണ്ടാകുന്ന വ്രീഹി ആണെങ്കിലും നവര ഉത്തമത്തിൽപ്പെട്ടതാണ്, അത് പെട്ടെന്നാവുകയും ചെയ്യും. അതതിൻ്റെ സംസ്കാരമാണ് പറയുന്നത്. പൂജയ്ക്ക് ഏത് വസ്തുവിന്മേലും ജലം പ്രോഷണം ചെയ്യുന്നത് സംസ്കാരാത്മകമാണ്. ജലമാണ് ശുദ്ധിയുടെ എല്ലാ തലവും. ജലം കൊണ്ടാണ് ഇരിപ്പിടം ഉൾപ്പെടെ ശുദ്ധിയാകുന്നത്, ബാഹ്യാഭ്യന്തര ശുചിത്വത്തിന് വേണ്ടി. അപവിത്ര പവിത്രോവ സർവാവസ്ഥാംഗതോവിവ സ്മര്യ പുണ്ടരീകക്ഷസ ബാഹ്യാഭ്യന്തര ശുചി. അങ്ങനെ ശുചിയാക്കിയിട്ട് മന്ത്രശരീരം കൈക്കൊള്ളൂ. അല്ലാതെ ഈ ശരീരം കൊണ്ട് പൂജിച്ചാൽ കാര്യമൊന്നുമില്ല, അതങ്ങ് കേൾക്കുകയില്ല. സമന്മാരുടെ പൂജയെ സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ ഈ ഉണ്ടുറങ്ങിയും പോകുന്നവർ പോയി പൂജ ചെയ്താലൊന്നും ഭഗവാൻ സ്വീകരിക്കുകയില്ല. ഭഗവാൻ പൂജ സ്വീകരിക്കണമെങ്കിൽ ദേവശരീരം അല്ലെങ്കിൽ മന്ത്രശരീരം കൈക്കൊള്ളണം. മന്ത്രശരീരം ഉണ്ടാകുന്നതിനാണ് അസ്ത്രാദി മന്ത്രങ്ങളെ കൊണ്ട്, ഓം അസ്ത്രായ ഹും ഭട്ട് അസ്ത്രാദി മന്ത്രങ്ങളെ കൊണ്ട് കവചമുണ്ടാക്കി അത് കഴിഞ്ഞ് മന്ത്രശരീരത്തെ കൈക്കൊള്ളും. അതുകൊണ്ടാണ് മന്ത്രദേവതയായി മാറും പൂജ ചെയ്യുന്നവൻ. അതുകൊണ്ടാണ് സ്പർശനം മുതലായവ അരുതെന്നൊക്കെ പറയുന്നത്. അല്ലാതെ സോഷ്യലിസം അവിടെ നടപ്പിലാവില്ല. മനസ്സിലായോ എന്നറിയില്ല. പൂജ ചെയ്യുന്നവനാണെന്ന് ഓർത്തുന്താ കുളിക്കാതെ ചെയ്തുകൂടെ? രാവിലെ എഴുന്നേറ്റിട്ട് പട്ടക്കടയിൽ പോയി ഒന്ന് ചെയ്താൽ പോരെ? അതല്ലേ സോഷ്യലിസം? കാരണം പൂജക്കാരനും മനുഷ്യനല്ലേ, നമ്മളും മനുഷ്യനല്ലേ. മനുഷ്യൻ്റെ പൂജയൊന്നും അവിടെ പോവില്ല, ഭൂദേവൻ്റെ പൂജയെ ചെല്ലുള്ളൂ. ഭൂദേവനാകണമെന്നുണ്ടെങ്കിൽ അസ്ത്രാദി മന്ത്രങ്ങളെ കൊണ്ട് ഈ ശരീരത്തെ കളഞ്ഞ് പുതിയൊരു ശരീരം എടുക്കണം. അതിനാണ് അതിൻ്റെ വിധി. മന്ത്രശരീരം കൊണ്ടാണ് പൂജ ചെയ്യുന്നത്. ആ പോവുകയല്ലേ എന്നേ അവൻ സാധാരണക്കാരനായി താഴോട്ട് വരും. അപ്പോൾ പിന്നെ പൂജ അങ്ങേയല്ലേല, അത്രയേ ഉള്ളൂ. അപ്പം അതിൻ്റെ വിധികളൊക്കെ അതിൻ്റെ വൈദിക വിധികളാണ് അതെല്ലാം. ആ വൈദിക വിധികൾ ഒന്ന് ലഘൂകരിച്ചാൽ ജനങ്ങളെല്ലാം കൂടും, വരുമാനം ഉണ്ടാവും. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഇത് ലഘൂകരിക്കുന്നത്. ലഘൂകരിച്ചിട്ട് തോന്നിവാസമായി കഴിഞ്ഞാൽ ആളുകൾക്കൊക്കെ ഇഷ്ടമാവും. മനസ്സിലായില്ല? അവിടെ അങ്ങനെയൊന്നുമില്ല, തിന്നുകൊണ്ടും പൂജ ചെയ്യാം. മനസ്സിലായില്ല? അതിനാണ് ഞങ്ങളുടെ ഒരു സ്വാമി ഒരു കാര്യം ചെയ്തത്. കാരണം വെച്ചാൽ അങ്ങേര് വളരെ ഗംഭീരനായിരുന്നു. അങ്ങേര് തീരുമാനിച്ചു ഇതിനെല്ലാം വരുന്ന ആളുകൾക്ക് തോന്നിവാസമാണ് ഇഷ്ടം, ഇവന്മാർ വരാതിരിക്കുകയില്ല, നമുക്കാണെങ്കിൽ ശല്യവും പുറകെ കൂടിയാൽ. ഇവന്മാർ നമ്മുടെ പുറകിൽ നിന്നുകൊണ്ടാണ് ഈ പണിയൊക്കെ കാണിക്കുന്നത്. മുമ്പിൽ വന്ന് നിന്നാണേ എറിഞ്ഞു ഓടിക്കാമായിരുന്നു. ഇത് യാതൊരു രക്ഷയുണ്ടാവില്ല. നമ്മുടെ പുറകിൽ നിന്ന് നമ്മളെ കൊഞ്ഞനം കാണിക്കും. മാത്രമല്ല നമ്മുടെ കൂടെ നിന്നിട്ട് പുറകോട്ട് തിരിഞ്ഞിട്ട് കുറ്റം പറയുകയും ചെയ്യും. അപ്പോൾ പിന്നെ മുമ്പിൽ വന്ന് നിന്ന് കുറ്റം പറയേണ്ടതെന്ന് വെച്ചാണ് അങ്ങേര് 3-4 ടെമ്പിൾ ഉണ്ടാക്കി. എ ടെമ്പിൾ ടു സ്മോക്ക്. മറ്റേ ടെമ്പിളിൻ്റെ പേര് നിങ്ങളോട് പോന്നിച്ചിരിക്കുമ്പോൾ പറഞ്ഞാൽ മോശമാണ്. ടെമ്പിൾ ടു കിസ്, എ ടെമ്പിൾ ടു അതിനപ്പുറവും. ഇതിനെല്ലാം കൂടെ അങ്ങനെ ടെമ്പിൾ ഉണ്ടാക്കി. ലോണാവാലയിൽ ചെന്നാൽ കാണാം. പുള്ളി പറഞ്ഞത് ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറ്റിയ സാധനം, ഞാനിവിടെ സ്വസ്ഥമായിട്ടിരുന്നോട്ടെ, എന്നെ ശല്യപ്പെടുത്തണ്ട. നിങ്ങളെയും നിങ്ങളുടെ മതങ്ങളെയും ഒക്കെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നത്, അവിടെ കൂടിക്കൂ, എല്ലാം കഴിഞ്ഞാൽ അവിടെ ആകാം, എൻ്റെ പുറകിൽ നിന്നൊരു പണിയും കാണിക്കണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ അവിടെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തോന്നിവാസത്തിൽ ഇതൊന്നും അങ്ങ് എത്തുകയില്ല. ഇതിന് തോന്നിവാസമല്ല വേണ്ടത്, ഇതിന് ശ്രദ്ധ, പവിത്രത, ഇതൊക്കെ വേണം. അപ്പം അതുകൊണ്ട് പൂജയ്ക്ക് വിധികളുണ്ട്. അതൊക്കെ പൂർവപക്ഷമാക്കിക്കൊണ്ടാണ് ജ്ഞാനം വരുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം പൂർവപക്ഷമാണ്.
അപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. കുളിപ്പിച്ച് അവസാനം ഈ കുളിപ്പിച്ചത് എന്തിനാണെന്നറിയുമ്പോഴാണ് സംഗതി. അപ്പോൾ ജാതകർമ്മം, അന്നപ്രാശനം, കർണച്ഛേദം, ഉപനയനം ആദിയായ ഷോഡശ സംസ്കാര കർമ്മങ്ങളുമുണ്ട്. അവയെല്ലാം കർമ്മസാധ്യമാണ്. ആത്മാവിൻ്റെ കാര്യത്തിൽ ഒരു പ്രഭാവവും വരുത്തുവാൻ കർമ്മത്തിനാവില്ല. ഒരു കർമ്മം കൊണ്ടും ആത്മാവിനെ അറിയില്ല. അത് കർമ്മസാധ്യമല്ല. കർമ്മം കൊണ്ട് ആത്മാവ് ഉൽപ്പന്നമല്ല. ന കർമ്മണ ന പ്രജയ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശു. ത്യാഗം ഒന്നുകൊണ്ട് മാത്രമേ പറ്റൂ. കാരണം ആത്മാവ് ഉൽപ്പത്തിയുള്ളതല്ല. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിത വാ ന ഭൂയഃ എന്ന് ഗീത. ജ്ഞാനം, ത്യാഗമാണ് ജ്ഞാനം. അനാത്മവസ്തുക്കളെ ത്യജിക്കുന്നത് ത്യാഗം. മനസ്സിലായതെന്നറിയില്ല. ആത്മവസ്തുവിനെ തിരിച്ചറിയാൻ അനാത്മാവായിരിക്കുന്ന വിഷയങ്ങളെ, അനാത്മാവായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ, അനാത്മാവായ മനസ്സിനെ, അനാത്മാവായ ബുദ്ധിയെയൊക്കെ ത്യജിച്ച് കഴിയുമ്പോൾ ആത്മപ്രഭയുണ്ടാവും. ആ ത്യാഗം കൊണ്ട് മാത്രമേ ജ്ഞാനം അഥവാ മോക്ഷം സിദ്ധിക്കൂ. അപ്പോൾ ഭജന കൊണ്ട് ഭഗവാനെ പ്രാപ്തരാക്കും എന്നൊക്കെ പറയും. അതൊന്നും, ആ കർമ്മങ്ങളൊന്നും കൊണ്ട് സാധ്യമല്ല. കാരണം അത് ഉൽപ്പാദ്യമല്ല. വ്യവഹാരത്തിൽ ജനങ്ങൾ പലതും പറയും. കാരണം ആത്മാവ് ഹൃദയസ്ഥാനീയമാണ്. അത് വൈകുണ്ഠത്തിലുമല്ല, കൈലാസത്തിലുമല്ല, ഹൃദയസ്ഥാനത്താണ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ആത്മപ്രാപ്തി പ്രാപ്തത്തിൻ്റെ പ്രാപ്തിയാണ്. നിലവിലുള്ളതിനെ തന്നെ പ്രാപിക്കുന്നതാണ്, അല്ലാതെ ഇല്ലാത്ത ഒന്നിനെ എവിടുന്നെങ്കിലും കൊണ്ടിരുന്നതല്ല. അതുകൊണ്ട് അതിൻ്റെ പ്രാപ്തിയാണ്. കാരണം ആത്മാവ് അന്തര്യാമിയാണ്. പ്രാപ്തത്തെ പ്രാപിക്കാൻ ഒരു കർമ്മവുമില്ല. അത് അവിടെ ഉള്ളത് തന്നെയാണ്. പിന്നെ എന്തിനു വെറുതെ കർമ്മം? അത് പ്രത്യഭിജ്ഞാ സാധ്യമാണ്. അത് സാധിക്കുന്നത് പ്രത്യഭിജ്ഞ. ഈ വഴിയിൽ ഏറ്റവും വലിയ ദർശനം നമുക്ക് തന്നിട്ടുള്ളത് ശൈവാഗമങ്ങളാണ്. കാശ്മീരി ശൈവാഗമങ്ങളാണ്. അതിൽ ഒരുപാട് ആചാര്യന്മാരുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രസിദ്ധനായത് ഓർക്കുമ്പോൾ പറയാം. മഹിമഭട്ടൻ, കല്ലുഭട്ടൻ, കല്ലൂകഭട്ടൻ, അഭിനവഗുപ്തനാണ്. റൈറ്റ്. അഭിനവഗുപ്തനാണ് ആ രംഗത്തെ ഏറ്റവും പ്രസിദ്ധനായ ആചാര്യൻ. അതുകൊണ്ട് പ്രത്യഭിജ്ഞ അതുകൊണ്ടാണ് സാധ്യമാകുന്നത്. ജ്ഞാതസ്യ യദ്ഭവേജ്ഞാനം പ്രത്യഭിജ്ഞാനമുച്യതേ. അത് നേരത്തെ ജ്ഞാതമാണ്, ഇടയ്ക്ക് മറന്നൊന്നു മാത്രമേ ഉള്ളൂ. ഒന്നോർത്താൽ മതി. അതിൻ്റെ അറിവ് പ്രത്യഭിജ്ഞാനം എന്ന് പറയും. ബ്രഹ്മം നേരത്തെ ജ്ഞാതമോ? അങ്ങനെയെങ്കിൽ അജ്ഞാതമായതെങ്ങനെ? അജ്ഞാതമല്ലെങ്കിൽ ജ്ഞാനാർത്ഥം പ്രവൃത്തി എന്തിന്? ഉത്തരം സ്വയം പ്രകാശതയാ അനാദികാലമായി ജ്ഞാതമാണ്. എന്നാൽ അനാദി അജ്ഞാനത്താൽ അജ്ഞാതവുമാണ്. ഇതാണ് അതിൻ്റെ പണി. പ്രസ്തുത അജ്ഞാനത്തിൻ്റെ നിവൃത്തി തന്നെ പുനഃജ്ഞാനരൂപമായ പ്രത്യഭിജ്ഞാനം. അതുകൊണ്ട് ആത്മാവ് പ്രത്യഭിജ്ഞാപ്രാപ്തമാണ്.
കർമ്മപ്രാപ്യമല്ല. കർമ്മം കൊണ്ട് ആത്മാവിന് യാതൊരു വികാരവുമില്ല. കാരണം അത് വികാര്യമല്ല. നാലാമത് സംസ്കാരമാണ്. ആത്മാവിൽ അതുമില്ല. എന്നിരുന്നാലും വളരെ ആളുകൾ ആത്മാവിന് സംസ്കാരം മാനിക്കുന്നുണ്ട്. പ്രായശ്ചിത്തം കൊണ്ട് ആത്മാവിന് സംസ്കാരമുളവാകും എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ഷോഡശ സംസ്കാരം കൊണ്ട് ആത്മാവ് ശുദ്ധമാകും എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ആത്മാവ് നിത്യശുദ്ധമാണ്. അതിന് ഈ കർമ്മമൊന്നും ആവശ്യമില്ല. അതിന്മേൽ അശുദ്ധി ലേശവുമില്ല. എന്ത് ചെയ്താലും അശുദ്ധി വരാത്ത ഒരു സാധനമാണ്. അത് പ്രത്യഭിജ്ഞ കൊണ്ട് മാത്രമാണ് അറിയുന്നത്. അതിന്മേൽ അശുദ്ധി അല്പം പോലും. ശുദ്ധം അപാപവിദ്ധം. ഇത് ശ്രുതി വചനമാണ്. ഇപ്രകാരം ആത്മാവ് കർമ്മത്തിന് സാധനമല്ല, സാധ്യവുമല്ല, സ്വയം കർമ്മരൂപവുമല്ല, അത് കർമ്മശേഷവുമല്ല. ആത്മാവില്ലെങ്കിൽ കർമ്മം തന്നെ എങ്ങനെ? ഇത് മീമാംസകന്മാരുടെ പൂർവപക്ഷമാണ്. മഹർഷി ജൈമിനി പുരുഷനെയും കൂടി കർമ്മശേഷം എന്ന് പറയുന്നു. പുരുഷശ്ച കർമാത്വത്വാത്. ആത്മാവില്ലെങ്കിൽ കർമ്മം എങ്ങനെ? ശ്രുതി പറയുന്നു, കോഹ്യേവാന്യാത്മക പ്രാപ്യ അദേശ ആകാശ ആനന്ദോ നസ്യാത്. ആകാശവത്, ആകാശമെന്ന പോലെ വ്യാപകമായ ഈ ആത്മാവ് ഇല്ലെങ്കിൽ ആരാണ് ആനന്ദിക്കുക? കർമ്മം കൊണ്ടല്ല ആനന്ദിക്കുന്നത്. ഇതിൻ്റെയും സമാധാനം ഇതാണ്. ആ ബ്രഹ്മാവ്, ആ ആത്മാവ് ബ്രഹ്മം കർത്താവോ ഭോക്താവോ അല്ല. കർത്തൃത്വം ഏവം ഭോക്തൃത്വം ആഭാസസഹിതം അന്തഃകരണത്തിലാണ്, ആത്മാവിലല്ല. ഇത് നമുക്ക് ഉച്ചകഴിഞ്ഞെടുക്കാം. ഇപ്പോൾ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കാം, അല്ലേ? ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. കാല് ഇപ്പം മനസ്സിലായില്ലേ കാലുണ്ടോ?